നമ്മുടെ രക്ഷിതാവായ ക്രിസ്തേശുവിങ്കിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും ലഭിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, അല്പസമയം ദൈവത്തിൻ്റെ പരിശുദ്ധ വചനങ്ങളെ ധ്യാനിക്കുവാനായിട്ട് 55-ാമത്തെ സങ്കീർത്തനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു 23 വാക്കുകളടങ്ങിയ ഒരു വലിയ സങ്കീർത്തനമാണ്. നമ്മൾ ആ സങ്കീർത്തനം മുഴുവൻ ഇന്ന് ധ്യാനിക്കാനും മനസ്സിലാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന വചനമായിട്ട് സങ്കീർത്തനം 55-ാം സങ്കീർത്തനം അതിൻ്റെ 22-ാമത്തെ വാക്യം മാത്രം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണത്. നമ്മളിങ്ങനെ വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നാഥനായ ത്രിയേക ദൈവമേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസ്നേഹവും ദൈവകൃപയും ധാരാളമായി അനുഭവിക്കുന്ന ഈ സഭയുടെ മധ്യേ അവിടുത്തെ സാക്ഷിയായി ഇന്നടിയനെ നിർത്തിയിരിക്കുന്നതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഇന്നയോളം ഈ സഭയെ സത്യവചനത്തിൻ്റെ ഉപദേശത്തിൽ അവിടുന്ന് കാത്തു വന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിൻ്റെ മധ്യേ 90-ൽ-അധികം വർഷമായി സുവിശേഷത്തിൻ്റെ സാക്ഷ്യവുമായി ഇരിക്കേണ്ടതിന് തലമുറകളായി അവർക്ക് കൊടുത്തു വരുന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴിതിൽ അംഗങ്ങളായിരിക്കുന്ന കുടുംബങ്ങൾ, മക്കൾ, വിശ്വാസികൾ എല്ലാവരെയും അങ്ങ് ധാരാളമായ തൻ്റെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നതുകൊണ്ട് നന്ദി പറയുന്നു. ഈ ദിവസത്തെ വചനധ്യാനം കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, ഞങ്ങളുടെ ദൈവാശ്രയത്തെ, ഞങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ ഒക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്കായി തരണമേ, അയക്കണമേ. കേൾക്കുവാനായിരിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ. പകലത്തെ മുഴുവൻ അധ്വാനങ്ങൾ, യാത്രകൾ, അലച്ചിലുകൾ, ഇങ്ങനെ ധാരാളമായ ക്ലേശങ്ങൾ അവർക്കുണ്ട് എങ്കിലും അവർ തെളിഞ്ഞതും ഉണർവുള്ളതുമായ മനസ്സോടുകൂടി ഇരുന്ന ധ്യാനചിന്തകളെ സ്വീകരിപ്പാനായിട്ട് ആത്മാവിനാൽ സഹായിക്കണമേ. അടിയൻ്റെ മേലും കൃപ ചൊരിയണമേ. യേശു മശിഹായുടെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, നല്ല പിതാവേ, ആമീൻ. നമ്മളേവരും 2025-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ? നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെയാണോ 2025-ലേക്ക് പ്രവേശിച്ചത്? ആണോ? ഉറപ്പാണോ? പക്ഷെ നിങ്ങളുടെ മുഖം കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല, വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്താണ്? ആൾ മാറി വന്നതുകൊണ്ടാണോ? നിങ്ങൾ ജസ്റ്റിൻ ജോസ് അച്ഛനെ പ്രതീക്ഷിച്ചിട്ട് സ്റ്റാലിൻ അച്ഛനെ കണ്ടതുകൊണ്ടാണോ? അങ്ങനെയാണോ? അല്ല. അതോ ഇനി ദൈവവചനമാണ് കേൾക്കുന്നത്, ദൈവം വിശുദ്ധനാണ്, ദൈവത്തിൻ്റെ വചനവും വിശുദ്ധമാണ്, അതുകൊണ്ട് ഇത്തിരി മസിൽ പിടിച്ചിരുന്ന് കേൾക്കാം, അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? കുറച്ചൊന്ന് ഗൗരവത്തോടെ ഇരുന്ന് അച്ഛനെ പേടിപ്പിക്കാം, എങ്കിലേ അച്ഛനും സീരിയസ് ആയിട്ട് സംസാരിക്കൂ, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് ഒരു ചിരിക്കാനും ഇങ്ങോട്ട് നോക്കാനും ഒക്കെ ഒരു മടിയായിരിക്കുന്ന എല്ലാവർക്കും. അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും വലിയ ക്ഷീണം വേണ്ടി ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ, കൂളാണല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ. പക്ഷേ 2025 എന്ന ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകാം, ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാകാം, അതിനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ മനുഷ്യരല്ലേ? ഇങ്ങനെയുള്ള വലിയ മാനസിക സംഘർഷങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു നല്ല വ്യക്തിയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവാശ്രയത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കീർത്തനമാണ് 55. അതിൽ അദ്ദേഹം ദൈവസ്നേഹം രുചിച്ചറിഞ്ഞുകൊണ്ട്
ദൈവത്തിൻ്റെ കൃപ തൻ്റെ മേൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെപ്പോലുള്ള പിൽക്കാലത്ത് യഹോവയാം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ മാതൃകയാകാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു സങ്കീർത്തനമാണിത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന്, അവൻ നമ്മെ വിടുവിക്കും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സംഗതി ആണ്. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ ധ്യാനത്തിലൂടെ നടക്കുന്നത്. ഭക്തനായ ദാവീദ് ഇസ്രായേലിലെ ആരായിരുന്നു? ദാവീദ് ഇസ്രായേലിലെ ആരായിരുന്നേ? എത്രാമത്തെ രാജാവായിരുന്നു? രണ്ടാമത്തെ രാജാവ് ആയിരുന്നു അല്ലേ? ശരി ഉത്തരം പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ്. ഇദ്ദേഹം രാജഭരണം ഏറ്റ കാലം മുതൽ അദ്ദേഹത്തിന് വല്ലാത്ത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ടെൻഷനിലൂടെയാണ് രാജാവാകുന്നത്. അതിനുശേഷവും ഒരുപാട് സമ്മർദ്ദങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഈ 55-ാം സങ്കീർത്തനം എഴുതുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് നിൽക്കുന്നത് ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിലാണ്. 2 ശമൂവേൽ 15-ാം അധ്യായത്തിലാണ്. നിങ്ങൾ ഇനിയിപ്പോൾ അത് എടുത്ത് വായിക്കാനായിട്ട് നിൽക്കേണ്ട, അവിടെയുള്ള സംഭവം ഞാൻ പറഞ്ഞു തരാം. ഈ ദാവീദ് എന്ന രാജാവിനും അദ്ദേഹത്തിൻ്റെ മകൻ അബ്ശലോമിനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ദാവീദിൻ്റെ മകനായ അബ്ശലോമും ദാവീദും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താണ് വിഷയം? എന്താണ്? കുടുംബകലഹമാണോ? അല്ല. ദാവീദിൻ്റെ സിംഹാസനം അല്ലെങ്കിൽ ദാവീദിൻ്റെ രാജാധികാരം തട്ടിയെടുക്കണമെന്ന് ആർക്കാഗ്രഹം ഉണ്ടായിരുന്നു? അബ്ശലോമിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്ശലോം അതിന് തക്കവണ്ണം കുറച്ച് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ട് അപ്പൻ്റെ സിംഹാസനം സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു. ആ ഒരു ചരിത്രമാണ് ശമൂവേലിൻ്റെ പുസ്തകം 13, 14, 15 അധ്യായങ്ങളിലൊക്കെ വിവരിക്കുന്നത്. ഈ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാധാരണയായിട്ട് ഉള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രം, രാഷ്ട്രീയ തന്ത്രം ഇവിടെ അബ്ശലോം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊരു എതിരാളിയുണ്ട്. എതിരാളിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഉള്ള ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു സൂത്രപ്പണി എന്താണ്? എതിരാളിയുടെ കൂടെ ഉള്ള ഒരാളിനെ നമ്മൾ എന്ത് ചെയ്യണം? കാലുവാരി നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരണം അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ പൊളിറ്റിക്സിൽ. അങ്ങനെ ഒരു പരിപാടിയുണ്ട്, കാലുവാരൽ. കൂടെ നിൽക്കുന്ന ഒരുത്തനെ പണം കൊടുത്തോ മറ്റെന്തെങ്കിലും അധികാരങ്ങൾ ഓഫർ ചെയ്തിട്ടോ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു തന്ത്രം അബ്ശലോം ചെയ്യുന്നുണ്ട് ഇവിടെ. അതിന് ഇരയായത് അഹീതോഫൽ എന്ന് പറയുന്ന ദാവീദിൻ്റെ ഒരു മന്ത്രിയാണ്. ഈ മന്ത്രി എന്ന് മാത്രമല്ല, ഈ അഹീതോഫൽ എന്ന് പറയുന്ന മനുഷ്യൻ ദാവീദിൻ്റെ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ ഹൃദയം സൂക്ഷിപ്പുകാരനാണ്. ദാവീദിൻ്റെ എല്ലാ രഹസ്യങ്ങളും, എല്ലാ കാര്യങ്ങളും, പേഴ്സണൽ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം അഹീതോഫലിന് അറിയാം. അങ്ങനെ ഒരുത്തനെ തന്നെ ആര് പിടിച്ചു? അബ്ശലോം പിടിച്ച് തൻ്റെ ഭാഗത്ത് ആക്കി. ഇങ്ങനെ ദാവീദിൻ്റെ വശത്തുണ്ടായിരുന്ന അഹീതോഫൽ എന്ന മന്ത്രിയെയും കൂടെ അബ്ശലോം തൻ്റെ ഭാഗത്താക്കുകയും അവരുടെ ഭാഗം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ട് ദാവീദിനെ ആക്രമിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ദാവീദിനെ ആക്രമിക്കാൻ കൊട്ടാരത്തിലേക്ക് അവർ പട നയിക്കുമ്പോൾ ദാവീദ് കൊട്ടാരം വിട്ട് ഓടേണ്ടി വരുന്നു. രാജകൊട്ടാരം വിട്ട് തെരുവുകളിലേക്ക്, വയലിലേക്കും കാടുകളിലേക്കും ഓടേണ്ടി വരുന്നു. തൻ്റെ ഭാര്യയെയും മക്കളെയും അത്യാവശ്യം തൊഴിലാളികളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വനാന്തരങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ്. ഈ സമയത്ത് വലിയ ദുഃഖത്തിലായി തീരുന്ന, നിരാശയുടെ നടുവിലായിരിക്കുന്ന ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന മറുപടികളെയൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് രചിച്ചതായ ഒരു സങ്കീർത്തനമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കാനായിട്ട് പോകുന്ന ഈ 55-ാമത്തെ സങ്കീർത്തനം. ഈ 55-ാമത്തെ സങ്കീർത്തനത്തിനെ നമ്മുടെ സഭയുടെ നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതർ അതിനെ വിളിക്കുന്നത് ധ്യാന സങ്കീർത്തനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ലൂതർ പറയുന്നത്, ഒരു സ്നേഹിതൻ്റെ വിശ്വാസരാഹിത്യത്താൽ മുറിവേറ്റ ദാവീദിൻ്റെ ഹൃദയം
പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൈവത്തിലേക്ക് തിരിയുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാണ്. സ്നേഹിതന്റെ വിശ്വാസരാഹിത്യത്താൽ മുറിവേറ്റ ദാവീദ് ദൈവത്തിലേക്ക് തിരിയുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ധ്യാന സങ്കീർത്തനമെന്നാണ് ലൂതർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഈ സങ്കീർത്തനത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. 55-ാം സങ്കീർത്തനത്തിൻ്റെ വിവരണങ്ങളിലൊക്കെ പറയുന്നത് ഇതൊരു ശാപസങ്കീർത്തനം എന്നുകൂടിയാണ്. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? ശാപസങ്കീർത്തനം, ശാപം എന്ന് കേട്ടിട്ടുണ്ടോ? ശപിക്കുക എന്നത് നിങ്ങൾക്കറിയാമോ? എന്താണ് ശാപമിടുക എന്ന് പറയുന്നത് അറിയാമോ? എന്ത് ഡീസൻ്റ് എന്ന് നോക്കി, ആർക്ക് ശപിക്കുന്നു എന്തെന്ന് പോലും പറഞ്ഞു. പച്ച പാവങ്ങൾ ശാപം ഇടാനേ അറിഞ്ഞൂടെ അല്ലേ? ശപിക്കുന്നത് കേട്ടിട്ടുമില്ലല്ലേ? പക്ഷേ ഇതിനകത്ത്, ഈ 55-ാം സങ്കീർത്തനത്തിനകത്ത് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ സങ്കീർത്തനം ഒരു ശാപസങ്കീർത്തനം എന്നുകൂടിയാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 15-ാമത്തെ വാക്യം, നിങ്ങൾ അതിൻ്റെ 15-ാമത്തെ വാക്യം എന്നെടുത്തേ. അവിടെ ഇങ്ങനെ പറയുന്നു: മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ, ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഇതിനെ ഒരു ശാപസങ്കീർത്തനം എന്നുകൂടി പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിനകത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന ബൈബിളിനകത്ത് ശാപവും ശാപവാക്കുകളും ഉൾക്കൊള്ളുന്ന സങ്കീർത്തനമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമാകുമോ? ബുദ്ധിമുട്ടാകുമോ നിങ്ങൾക്ക്? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാണ്, വേറെയുണ്ട് സങ്കീർത്തനങ്ങൾ, 55 മാത്രമല്ല. ഇവിടെ നമ്മൾ ഈ സങ്കീർത്തനത്തിനെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടല്ല. നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോയി ദാവീദിൻ്റെ കാലഘട്ടത്തിൽ നിൽക്കണം. അതായത് ദാവീദിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടമാണ്. ന്യായപ്രമാണ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ന്യായപ്രമാണത്തിൽ ശത്രുവിനെ പകയ്ക്കുക എന്ന് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിന്റെ കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരുവൻ നിന്റെ പ്രിയപ്പെട്ടവരിൽ ഒരുത്തനെ കൊല്ലുകയാണ് എങ്കിൽ അവനോട് പകരം വീട്ടുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ന്യായപ്രമാണം. ആ കാലഘട്ടത്തിൽ ഈ ശാപവാക്കുകൾ ഉച്ചരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായതോ അല്ലെങ്കിൽ അത്ര സീരിയസ് ആയൊരു വിഷയമോ അല്ല. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശത്രുതയെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? ശത്രുത്വം പാടുണ്ടെന്നാണോ? അല്ല. നിനക്ക് ആരുണ്ടാകരുത്? ശത്രു ഉണ്ടാകരുത്. അങ്ങനെ ഒരു ശത്രു ഉണ്ട് എങ്കിൽ തന്നെ നീ അവന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യണം. നിന്റെ ഒരു ചെകിട തടിക്കുന്നവന് വേണ്ടി മറ്റേ ചെകിടും കൂടി കാണിച്ചു കൊടുക്കണം എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഈ നന്മയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷം ക്രിസ്തുവിലൂടെ അനുഭവിക്കുകയും പഠിക്കുകയും ചെയ്തിരിക്കുന്ന നാം ഈ ശാപത്ത് സങ്കീർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമുക്കൊരു പക്ഷേ ഭയങ്കര തെറ്റായിട്ടൊക്കെ തോന്നിയെന്ന് വരും. എന്നാൽ അങ്ങനെ വിചാരിക്കണ്ട. ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. അവരുടെ കാലഘട്ടത്തിൽ അത് സ്വാഭാവികമായൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ദാവീദിൻ്റെ വാക്കുകളിൽ നിന്ന് ഉണ്ടായി. അതുകൊണ്ട് ദാവീദ് ശപിച്ചതുകൊണ്ട് നമുക്ക് ശപിക്കാം എന്ന് നിങ്ങൾ ആരും ചിന്തിച്ച് കളയരുത്. നമുക്ക് ശപിക്കുവാനോ ആരെയും ശാപവാക്കുകൾ ഉച്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവവചനം നൽകുന്നുണ്ടോ? ഇല്ല. നമുക്കാരെയും ശപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾക്കറിയാമോ? നോക്കട്ടെ. ശാപവാക്കുകൾ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഉപദേശ ഭാഗം ഏതാണ്? കറ്റേക്കിസ്മസിൽ 2ാമത്തെ കൽപ്പനയുടെ അർത്ഥം നിങ്ങൾക്കറിയാമോ? 2ാമത്തെ കൽപ്പന എന്താണ്? നിനക്ക് നന്നായിരിക്കാനും തീർക്കാൻ വെളി മൈക്കില്ലാത്തത് നന്നായി. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ആ പറഞ്ഞവർ തന്നെ അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ദൈവത്തിൻ്റെ നാമത്തെ ശാപം, കള്ളയാണ, ക്ഷുദ്രം, മന്ത്രവാദം, വ്യാജം, വഞ്ചന,
എന്നിവയ്ക്കായി ഉപയോഗിക്കാതെ നിന്റെ എല്ലാ സങ്കടങ്ങളിലും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിന് നീ ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യണം, അല്ലേ? അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് എന്ത് ചെയ്യരുത്? ശപിക്കരുത്. മന്ത്രവാദമോ അതുമായി ബന്ധപ്പെട്ട കാര്യാദികളോ ചെയ്യാനായിട്ട് പോകരുത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് മാർട്ടിൻ ലൂതർ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ശാപം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഒന്നും ജീവിതത്തിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞതാണ്. ഈ 55-ാം സങ്കീർത്തനം എഴുതാൻ തക്കവണ്ണം ദാവീദിനെ ഇത്രത്തോളം വ്യഥ ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്രത്തോളം ദുഃഖമുണ്ടായത് എന്തുകൊണ്ടൊക്കെയാണ് എന്ന് ഈ സങ്കീർത്തനം മുഴുവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അദ്ദേഹം. നമുക്കതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ദാവീദിൻ്റെ ഈ വലിയ വ്യഥകൾക്ക് അവിടെ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്നാണ്. അതായത് ദാവീദിന് വലിയ ഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാരമൊക്കെ എങ്ങനെ വന്നു? ഇത്രയും വലിയ ഭാരം അല്ലെങ്കിൽ ഇത്രയും വലിയ സങ്കടങ്ങളൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ വന്നു എന്ന് 55-ാം സങ്കീർത്തനം പറയുന്നുണ്ട്. നമുക്കതിനെ നമ്മുടെ ജീവിതത്തോടൊന്ന് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മളും ഈ തരത്തിൽ ദാവീദ് കടന്നുപോയതുപോലെ ഒരു ആത്മസംഘർഷം നിറഞ്ഞ ജീവിത മത്സരങ്ങളെ നേരിടുന്ന ഒരു അനുഭവത്തിലൂടെയാണോ പോകുന്നത്? ദാവീദ് നേരിട്ടതുപോലെ എന്തെങ്കിലും സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു അന്വേഷണം നമുക്കിതിനകത്തൊന്ന് നടത്തി നോക്കാം. ദാവീദിൻ്റെ വ്യഥകൾക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പുറമേ നിന്ന് അദ്ദേഹത്തിനുണ്ടായ എതിർപ്പുകളാണ്. എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടല്ലോ, ഉണ്ടോ? 55-ാം സങ്കീർത്തനമാണോ എടുത്തു വച്ചിരിക്കുന്നത്? അതിൻ്റെ 2-3 വാക്യങ്ങൾ. ദൈവമേ, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളയണമേ, ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എന്നാണ്. ശത്രുക്കളിൽ നിന്ന് ഉണ്ടാകുന്ന ബാഹ്യമായ അല്ലെങ്കിൽ പുറമേയുള്ള ശക്തികളിൽ നിന്ന് തനിക്കുണ്ടാകുന്ന എതിർപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രധാന ആരോപണം എന്താണ്? അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ശമൂവേലിൻ്റെ പുസ്തകം, 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രധാനമായും അബ്സലോം തൻ്റെ അപ്പന് നേരെ ഉപയോഗിക്കുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ഈ നീതികേട് ചുമത്തലാണ്. അതായത് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കലാണ്. എന്ന് പറഞ്ഞാൽ വ്യാജമായ ആരോപണം ഉന്നയിക്കലാണ്. അത് കേൾക്കുമ്പോൾ ആർക്കായാലും വേദനയുണ്ടാകും. ദാവീദിനെതിരെ അബ്സലോം പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ആ ചരിത്രം അറിയാമായിരിക്കും. ദാവീദ് കൊട്ടാരത്തിനകത്തിരിക്കുകയാണ്. അബ്സലോം സുന്ദരനായൊരു മനുഷ്യനാണ്. അവൻ വളരെ സുമുഖനാണ്. രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, നീളമുള്ള മുടിയുണ്ട്, അതൊക്കെ പിന്നിയിട്ട് പെൺകുട്ടികളൊക്കെ വയ്ക്കുന്നത് പോലെ ഹെയർ ക്ലിപ്പൊക്കെ വെച്ച് സുന്ദരനായി കൊട്ടാരവാതിൽക്കൽ, അതായത് ഗോപുര നടയിൽ ചെന്ന് നിൽക്കുമെന്നാണ്. പുറത്ത് ഉമ്മറപ്പടിയുടെ പുറത്ത് പോയി നിൽക്കും. ആരെങ്കിലും തൻ്റെ അപ്പനായ ദാവീദിനോട് എന്തെങ്കിലും സങ്കടം ബോധിപ്പിക്കാനായിട്ട് വരുന്നു എങ്കിൽ ഇവനൊരു പൊളിറ്റിക്കൽ തന്ത്രമുണ്ട്. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇലക്ഷൻ സമയത്ത് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഓടിച്ചെന്ന് അവരെ അങ്ങ് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, സഹോദര സഹോദരി, നിന്റെ സങ്കടം കേൾക്കാൻ ഇവിടെ ആരുമില്ലാതെ പോയല്ലോ. ഇസ്രായേലിൽ ഒരു രാജാവുണ്ട്, അയാൾ സുഖലോലുപനായിരിക്കുകയാണ്, നിങ്ങളുടെ സങ്കടം കേൾക്കാൻ അയാൾക്ക് സമയമില്ല. ഞാൻ രാജാവായിരുന്നു എങ്കിൽ എല്ലാം കേൾക്കുമായിരുന്നു എന്ന്. എത്ര നന്നായിരുന്നേനെ എന്ന്. ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ഇങ്ങനെ തൻ്റെ മകൻ തന്നെ തനിക്കെതിരായി വ്യാജാരോപണങ്ങൾ പുറത്തു നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്ന ദാവീദിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ഇതൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കിയാൽ, വ്യാജ ആരോപണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും, ഇല്ലേ? നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും. അപ്പോൾ അതേ കാര്യം നമ്മൾ തിരിച്ചും കൂടി ആലോചിക്കണം. നമ്മളും എന്ത് ചെയ്യാനും പാടില്ല, വേറെ ആരെയും അങ്ങനെ വേദനിപ്പിക്കാനും പാടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് നമ്മളത് മറ്റൊരാളിനെ കുറിച്ച് പറയുമ്പോൾ, തെളിവില്ലാതെ അല്ലെങ്കിൽ അരുതാത്ത കാര്യം മറ്റൊരാളിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു വ്യാജാരോപണം നടത്തുമ്പോൾ അയാളുടെ ഹൃദയവും വേദനിക്കുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കിക്കൊണ്ട് അപ്രകാരം ഒരു പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. പുറമേ നിന്നുള്ള മറ്റെന്തെല്ലാം സംഘർഷങ്ങളാണ് നമുക്കുണ്ടാകുന്നത്? 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. വിലക്കയറ്റം
നിങ്ങൾ ഗൗരവമായി എടുക്കുന്നൊരു വിഷയമാണോ? സാധനങ്ങൾ ഒന്നിനൊന്നിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ അത് എന്തെങ്കിലും ഭാരം നിങ്ങൾക്ക് തരുന്നുണ്ടോ? നിങ്ങൾ അതിനെ ഗൗരവമായി ചിന്തിക്കാറുണ്ടോ? അതൊരു മാനസിക സമ്മർദ്ദമായി നിങ്ങൾക്ക് മാറാറുണ്ടോ? ചേച്ചിമാരൊക്കെ പറയും, എന്ത് പറയും, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ചേട്ടന്മാർ പോകുന്നു, ജോലി ചെയ്യുന്നു, പൈസ കൊണ്ടുവരുന്നു, ഞങ്ങൾ വാങ്ങുന്നു, കറി വയ്ക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ഒരു കൂലിപ്പണിക്ക് പോയി 1200 രൂപയ്ക്ക് അധ്വാനിച്ചാൽ പോലും മാന്യമായി ഒരു മാസത്തെ അല്ലെങ്കിൽ ദിവസങ്ങളിലെ കുടുംബജീവിതങ്ങൾ നടന്നു പോകാൻ, മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആശുപത്രി കാര്യങ്ങളെല്ലാം കൂടി ബന്ധപ്പെടുത്തി ഒന്ന് മുന്നോട്ട് പോകാൻ വലിയ ഞെരുക്കം നേരിടുന്നുണ്ട്. ഒരു വലിയ ഭാരമാണത്. വിലക്കയറ്റം നമുക്കിങ്ങനെ വല്ലാതെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ചെറിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ തരുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കതൊരു ആശങ്ക തരുന്നുണ്ടോ? കാലം തെറ്റിപ്പെയ്യുന്ന മഴ നിങ്ങളെ എങ്ങനെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്, ഈ നമ്മുടെ താപനില വ്യത്യാസം വരികയാണ്. താപനില വ്യത്യാസം വരുന്നതനുസരിച്ച് ഹിമാലയത്തിലെയും ധ്രുവപ്രദേശങ്ങളിലെയും മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നുന്നു, ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഇങ്ങറ്റത്ത് കിടക്കുന്ന നമുക്ക് മഞ്ഞുരുകുന്നത് കൊണ്ട് എന്താണ്, നമ്മൾ മഞ്ഞ് കണ്ടിട്ട് പോലുമില്ല, എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്തെങ്കിലും ഒരു കണക്ഷനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. ഇങ്ങനെ ധ്രുവപ്രദേശങ്ങളിലും ഹിമാലയങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ മഞ്ഞുരുകുന്നത് കൊണ്ട് സമുദ്രത്തിൻ്റെ ജലനിരപ്പ് ഓരോ വർഷവും മില്ലിമീറ്ററുകളോളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമോ? ഇല്ല. ഈ മില്ലിമീറ്ററുകളോളം വെള്ളം സമുദ്രത്തിൽ പൊങ്ങുമ്പോൾ ആ സമുദ്രം എങ്ങോട്ട് കയറും? കരയിലേക്ക് കയറും. കരയിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളം ഉൾപ്പെടെ നമ്മുടെ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളും ഏറെ താമസിയാതെ, എന്ന് പറഞ്ഞാൽ 2028, 2030 വർഷങ്ങളൊക്കെ ആകുന്ന ഒരു 25 ആയുള്ളൂ, ഒരു 30 ആകുന്നതോടുകൂടി പല തീരപ്രദേശങ്ങളും കടലിനടിയിൽ പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നു. ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ടെൻഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും തോന്നുന്നത് പനയംകോട് എന്ന് പറയുന്നത് കുറച്ച് പൊക്കമുള്ള സ്ഥലമാണ്. കടലിൽ വെള്ളം കയറുകയും തീരപ്രദേശം മുങ്ങുകയും ചെയ്യുന്നുണ്ട്, നമുക്കെന്താണ് എന്നൊരു ലാഘവമായ ഒരു ചിന്തയാണ് നമുക്ക് സ്വാഭാവികമായി വരുന്നത്. ഇല്ല, നിങ്ങൾ അങ്ങനെയല്ലേ ചിന്തിച്ചോളൂ. എടാ, ഇത് നമുക്ക് ഒരു ബന്ധവുമില്ല, ഇതങ്ങ് കടപ്പുറത്ത് കിടക്കുന്നവരെ കുറിച്ചുള്ള കാര്യമെന്ന് അങ്ങനെയല്ലേ ചിന്തിച്ചു നിങ്ങൾ? അങ്ങനെയല്ലേ? ആണ്. നിങ്ങൾ 2 വശത്തു നിന്ന് വന്നാലും ഹൈറ്റുള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കാം, വെള്ളം ഇങ്ങെത്താൻ ഇച്ചിരി സമയമെടുക്കും, അതുവരെയൊക്കെ ജീവിക്കാം എന്നാണ് നിങ്ങൾക്കൊരു ചിന്ത. അങ്ങനെയല്ല. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട്. അതുപോട്ടെ, ഇതൊക്കെ സീരിയസ് ആയി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഗൗരവമായി നമ്മൾ നമ്മുടെ സമൂഹത്തെ നോക്കിയാൽ, നമ്മുടെ കാലാവസ്ഥയെ നോക്കിയാൽ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന സാമ്പത്തിക വ്യത്യാസങ്ങളെ നോക്കിയാൽ, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന മനുഷ്യൻ്റെ സ്വഭാവ വ്യത്യാസങ്ങളെ നോക്കിയാൽ, മനുഷ്യൻ പഴയതുപോലെയല്ല, കൂടുതൽ മൃഗമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യത്വമൊക്കെ അവസാനിച്ച് മനുഷ്യനിൽ നിന്ന് മൃഗത്തിലേക്കുള്ള ഒരു പരിണാമമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഗൗരവമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു ആദി ഉണ്ടാകും, ഒരു ഭാരമുണ്ടാകും. നമ്മളൊക്കെ ഇരുന്നിരുന്ന് ചിലപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ അങ്ങ് പോയെന്ന് വരും. നമ്മളൊക്കെ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന നമ്മുടെ പിള്ളേര് ജീവിച്ചു വരുന്ന കാലത്ത് അവരൊക്കെ എന്ത് ചെയ്യും? കാലാവസ്ഥ വ്യത്യാസമുണ്ടായാൽ ജീവിക്കാനുള്ള വ്യത്യാസം അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. തലമുറകളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാരം ആർക്കുണ്ടാകും? നമുക്കും ഉണ്ടാകും. ഇവിടെയാണ് ദാവീദിന് പുറമേ നിന്നൊരു സംഘർഷമുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളതിനെ വളരെ ലഘുവായി കാണരുത്. നമുക്കും ജീവിതത്തിൻ്റെ പുറമേ നിന്ന് നമ്മളെ ഉൾക്കൊള്ളാത്ത അല്ലെങ്കിൽ നമ്മളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് സംഗതികളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? ജീവിത സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം എന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉണ്ട്, അത് നാം തിരിച്ചറിയുകയും വേണം. രണ്ടാമതായിട്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന വ്യതകളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ്. അതായത് സ്വന്തം ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തകളാണ്. അതിനടിസ്ഥാനമായി നമുക്ക് നോക്കാവുന്നത് 4-5 വാക്യങ്ങളാണ്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു,
പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു പോസിറ്റീവായ വാക്ക് നിങ്ങൾ കേട്ടോ? എല്ലാം നെഗറ്റീവായ വാക്കുകളല്ലേ എഴുതിയിരിക്കുന്നത്. എൻ്റെ ഹൃദയം വേദനപ്പെട്ടിരിക്കുന്നു. ഹൃദയവേദന, മരണഭീതി, ഭയം, വിറയൽ, പരിഭ്രമം, ഇതെല്ലാം എന്താണ്? നെഗറ്റീവായ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണ്. ഒരു മനുഷ്യൻ മാനസിക വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദന ഉണ്ടാകുമ്പോൾ പുലമ്പുന്ന വാക്കുകളാണിത്. അതാണ് ദാവീദ് എഴുതി വച്ചിരിക്കുന്നത്. അത്രത്തോളം അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്ന് ആശങ്കകൾ ഉണ്ടാവുകയാണ്. എനിക്ക് ഈ പുറമേ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുമോ? എനിക്ക് വീണ്ടും രാജസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ കഴിയുമോ? എൻ്റെ ഈ യാത്ര എവിടെ അവസാനിക്കും? ഞാൻ എന്തായിത്തീരും? ഞാൻ ഈ പോകുന്ന പോക്കിൽ തന്നെ മരിച്ചു പോകുമോ? ഇങ്ങനെ ധാരാളമായ ആദി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു ബൈബിൾ ശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഹൃദയവേദനയെ സൂചിപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗത്സമന തോട്ടത്തിൽ അനുഭവിച്ച അതേ വേദനയോടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, യേശു ഹൃദയവേദനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഗത്സമന തോട്ടത്തിൽ തൻ്റെ മരണം മുന്നിൽ കാണുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ കൈവിടുമ്പോൾ, നേരം പുലരുമ്പോൾ മുതൽ താൻ അതിയായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നറിയുമ്പോൾ, തൻ്റെ മരണം തൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കർത്താവായ ക്രിസ്തു പ്രാർത്ഥിക്കുകയും വേദനപ്പെടുകയും കടന്നു പോവുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതിനെ മനോഹരമായി മത്തായി വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ വിയർപ്പ് തുള്ളികൾ എന്തുപോലെ നിലത്ത് വീണു എന്നാണ്. ചോരത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അതൊരു ഉപമയാണ്. അവൻ്റെ വിയർപ്പ് ചോരയായി എന്നല്ല, ഉപമയാണ്. പോലെ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ അതതിൻ്റെ തീവ്രതയെ, ക്രിസ്തു കടന്നു പോകുന്ന മാനസിക സംഘർഷത്തിൻ്റെ, ആത്മസംഘർഷത്തിൻ്റെ തീവ്രതയെ വരച്ച് കാണിക്കുവാനാണ് മത്തായി അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദാവീദും അതുപോലെ ഒരു വലിയ ഹൃദയവേദനയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ അദ്ദേഹം ഉച്ചരിക്കുന്നത്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. നിരാശയുടെ വാക്കുകൾ പുലമ്പുകയാണ് ആ മനുഷ്യൻ. നമുക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ വലിയ മനോവിഷമങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? വലിയ ഹൃദയവേദനകൾ ഉണ്ടാകാറുണ്ട്. നമ്മളും അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ ഈ തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? നമുക്കും വലിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചു പോകുന്ന വാക്കുകളാണിത്. മരണഭീതി സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ഒരു സംഗതിയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുമോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന അവസരങ്ങളുണ്ട്. ഹൃദയവേദന എന്ന് പറയുന്നത് ടെൻഷൻ, മാനസിക സമ്മർദ്ദം, അത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. പുറമേ നിന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അത് രൂപപ്പെട്ട് വരുന്നുണ്ട്. കൂടാതെ അതിനെ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന്, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു മേഖലയിൽ നിന്നും നമുക്ക് ഈ ഹൃദയവേദന ലഭിച്ചുകൊണ്ടേയിരിക്കാം. നിങ്ങളൊക്കെ അനുഭവിക്കുന്നതാണത്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, സംഗതികൾ, ഇതെല്ലാറ്റിനെയും നമ്മൾ ഇതിനോട് ബന്ധപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഈ ഹൃദയ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, നെഗറ്റീവായ ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടുമെന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് ഇവിടെ. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്നത് മുഴുവൻ നെഗറ്റീവായ വാക്കുകളാണ്. ഈ ഒരു ഫീലിംഗ്, നെഗറ്റീവ് ഫീലിംഗ് നമ്മിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ സ്വയം നമ്മളെ തന്നെ നമ്മിലേക്ക് ഉൾവലിഞ്ഞിട്ട് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോകാറുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഹൃദയ ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്കിവിടെ കഴിയണം. എങ്ങനെയാണ് ഹൃദയ ചിന്തകളെ നിയന്ത്രിക്കുന്നത്? അതിനിങ്ങനെ പറയാം, നമ്മുടെ വികാരങ്ങളെ നമ്മൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയ ചിന്തകളെ വിവേകത്തോടെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നെഗറ്റീവായ കാര്യങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടും ദൈവാശ്രയം കൊണ്ടുമൊക്കെ ഈ നെഗറ്റീവായ ചിന്താഗതികളെ അതിജീവിക്കുന്ന പോസിറ്റീവ് എനർജി കൊണ്ട്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക ശക്തി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം.
എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മരണഭീതി എന്ന് പറയുന്നത് ഒരുതരം മാനസിക അസ്വസ്ഥതയാണ്. പാമ്പ് കടിയേറ്റ് വിഷമുള്ളിൽ ചെന്ന് മരിക്കുന്നതിനേക്കാൾ അധികം പേർ മരിക്കുന്നത് എങ്ങനെയാണ്? ഭയം കൊണ്ടായിരിക്കും. ഒരു ദിവസം വൈകുന്നേരത്ത് ഇങ്ങനെ വഴിവെക്കിലൂടെ പോകുമ്പോൾ അവിടെ എന്തോ അനങ്ങുന്ന ഒച്ച കേൾക്കും. അല്പം കൂടെ പോകുമ്പോൾ ഒരു തൊട്ടാവാടി കാലിൽ കൊള്ളും. നനയ്ക്കുന്നത് എന്താണ്? പാമ്പ് കടിച്ചു എന്ന് നനയ്ക്കും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ ഈ ഭയം കൊണ്ട് എന്ത് ചെയ്യും? ബോധം കെട്ട് വീഴും, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചും പോകും. കൊണ്ടുചെന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് പാമ്പൊന്നും കടിച്ചിട്ടില്ല, കാലിലെങ്ങാണ്ട് ഒരു മുള്ളു കൊണ്ടിരിക്കുന്നു. അപ്പോൾ മരണകാരണം എന്താണ്? ഹാർട്ട് അറ്റാക്കാണ്. സംഗതി എന്താണ്? പേടിച്ച് മരിച്ചതാണ്. എങ്ങനെയാണ് പേടിച്ച് മരിച്ചത്? പാമ്പ് കടിച്ചു എന്ന് പേടിച്ചാണ് മരിച്ചത്. യഥാർത്ഥത്തിൽ പാമ്പ് കടിച്ചിട്ടില്ല. ഇതിനെയാണ് മരണഭീതി എന്ന് പറയുന്നത്. നമ്മളുമായി അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന വിഷയങ്ങൾ മതി, നമ്മളെ ഒന്ന് തൊട്ടിട്ട് പോകുന്ന വിഷയങ്ങൾ മതി, നമ്മളതിനെ ഭയങ്കരമായി സീരിയസ് ആയി എടുത്ത് ഉള്ളിൽ വയ്ക്കുകയും അത് മരണത്തോളം നമ്മെ കൊണ്ടുപോകുന്ന വിഷകരമായ ഒന്നാണ് എന്ന ഓർമ്മപ്പെടുത്തലാണിത്. ഭയവും വിഭ്രാന്തിയും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. വിഷാദം ഈ നെഗറ്റീവായ ചിന്തകളുടെ ഒരു അനന്തരഫലമാണ് വിഷാദം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ മാനസികാരോഗ്യ മേഖല സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കൂടുന്നിടത്തൊക്കെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ്. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് നമ്മുടെ വീടുകളിൽ ചർച്ച ചെയ്യണമെന്നാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ അപ്പനും അമ്മയോടും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള എത്ര വീടുകളുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് വളരെ മനോഹരമായ ഒരു ചിത്രം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു. അതായത് 1980-90 കാലഘട്ടങ്ങളിൽ ഉള്ള ഒരു അത്താഴമേശയാണ് ഒരു ചിത്രീകരണം. അതിൽ മേശപ്പുറത്ത് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം ഒരു വശത്ത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതിന് നേരെ അടുത്ത് മറുവശത്ത് ഈ 2020 കാലഘട്ടങ്ങളിലെ കുടുംബത്തെയാണ്. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. എല്ലാവരും കയ്യിൽ മൊബൈലും വെച്ചുകൊണ്ട്, ഒരു മൊബൈൽ കയ്യിലിരിപ്പുണ്ട്, മറ്റൊരു കൈ പാത്രത്തിലും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം. ആ ചിത്രം മനോഹരമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ എന്താണ്? അന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ജോലിസ്ഥലത്തുള്ള, സ്കൂളിലുള്ള, യാത്രകൾക്കിടയിലുള്ള മാനസിക വിഷമങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പരസ്പരം പങ്കുവയ്ക്കാനും കഴിഞ്ഞിരുന്നു. ഇന്നത് കഴിയാതെ പോകുന്നത് കൊണ്ട് സമ്മർദ്ദം ഏറി വരുന്നു. ഈ സമ്മർദ്ദം വിഷാദം എന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അത് മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ദാവീദ് ഇവിടെ ഉപയോഗിക്കുന്ന ഈ നെഗറ്റീവ് വാക്കുകൾ, നെഗറ്റീവായ ഫീലിങ്സ് നമുക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ്: നാം അതിനെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു പോകാം. ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ടായി. ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു ദേവാലയത്തിലാണ് ഒരു കുട്ടി. ICIC സിലബസ് ആണ് മാതാപിതാക്കൾ പഠിപ്പിച്ചത്. നന്നായി പഠിക്കും, കലാപരമായൊക്കെ കുറച്ച് കഴിവുകളുണ്ട്. പഠിച്ച് കുട്ടിയെ അവസാനം ഡോക്ടറേറ്റ് MBBS കൊണ്ട് അഡ്മിഷൻ വാങ്ങി, ലക്ഷങ്ങൾ കൊടുത്താണ് സീറ്റ് വാങ്ങിയത്, കൊണ്ട് പഠിക്കാനാക്കി. ഒരു വർഷത്തെ പഠനം പൂർത്തിയാകുന്ന സമയത്ത് പരീക്ഷകളിൽ 1-2 പേപ്പറുകൾ ആ കുട്ടിക്ക് മിസ്സാകുന്നുണ്ട്, അരിയർ വരുന്നുണ്ട്, തോറ്റുപോകുന്നുണ്ട്. ഇപ്പോഴത്തെ MBBS പഠന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാമായിരിക്കും. 1-2 ഒരു വർഷത്തെ പേപ്പറുകൾ മിസ്സായി ഫസ്റ്റ് ഇയറിൽ. ആദ്യത്തെ വർഷം ഏതെങ്കിലും പേപ്പർ അരിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് തോറ്റുപോയാൽ, ആ വർഷം മുഴുവൻ വാഷ് ഔട്ടായി പോകും. എന്ന് പറഞ്ഞാൽ ആ വർഷം മുഴുവൻ വീണ്ടും ഒന്നേന്ന് പഠിക്കണം. മുൻപൊക്കെ ആണെങ്കിൽ ആ ഒരു പേപ്പർ സെക്കൻഡ് ഇയറിൽ ഇരുന്നു കൊണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ ഈ ഒരു പേപ്പർ എഴുതിയെടുത്ത് പോയാൽ മതിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഈ വർഷം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇളയ കുട്ടികളോട് അല്ലെങ്കിൽ ജൂനിയേഴ്സിനോടൊപ്പം ഇരുന്ന് പഠിക്കണം. അത് മാത്രമല്ല, പഠിച്ചാൽ തന്നെയും അത് താങ്ങാൻ കഴിയുമോ? വീണ്ടും ഈ വർഷം കൊടുത്ത് അതേ ഫീസ് അടുത്ത വർഷവും കൊടുക്കണം. ഇങ്ങനെ ഭയങ്കരമായൊരു മാനസിക സമ്മർദ്ദം ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കത്തക്കവണ്ണം ഒരു പക്വത കുട്ടിക്കില്ലായിരുന്നത് കൊണ്ട് കുട്ടി നിർഭാഗ്യവശാൽ സൂയിസൈഡ് ചെയ്യുന്നു. ഭയങ്കര ദുഃഖകരമായ, ഞങ്ങളെയൊക്കെ വളരെ അതിശയിപ്പിച്ച ഒരു സംഗതിയായിരുന്നു. കാരണം ആ മാതാപിതാക്കൾ ആ കുട്ടിയെ വളർത്തുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. അവർ പരസ്പരം എല്ലാം സംസാരിക്കുന്നവരാണ്. ആ കുട്ടിക്ക് വിഷാദം എന്ന ഒരു രോഗാവസ്ഥ ഉണ്ട് എന്ന് പോലും പാരൻസിന് അറിയാം. എന്നിട്ടും
അവസാന നിമിഷങ്ങളിൽ കൈവിട്ടു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? ഞങ്ങളൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്, ആ കുടുംബത്തിൻ്റെ ദൈവാശ്രയം അല്ലെങ്കിൽ ഈ നെഗറ്റീവായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവാശ്രയത്തിലൂടെ അതിനെ അതിജീവിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് വിഷാദം കൊണ്ട് അല്ലെങ്കിൽ ഈ കടുത്ത മാനസിക സമ്മർദ്ദം കൊണ്ട് വലിയ സങ്കടത്തിലേക്ക് ആ കുട്ടി വീണു പോയത് എന്നാണ്. മൂന്നാമത്, ദാവീദിന് തൻ്റെ ഈ വലിയ ഭാരം അല്ലെങ്കിൽ തൻ്റെ വ്യതകൾ ഉണ്ടായതിന് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്ന് പുറമേ നിന്നുണ്ടത്, രണ്ട് സ്വന്തം ഹൃദയത്തിൽ നിന്നുണ്ടായ ചിന്താഗതികൾ. മൂന്നാമത് എന്ന് പറയുന്നത് സ്വന്തമായവരിൽ നിന്ന് ഉണ്ടായ എതിർപ്പുകളാണ്. അതിൻ്റെ അടിസ്ഥാനമായി 12 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ എന്നാണ്. ഇത് പറയുന്നത് അഹീതോഫലിനെ കുറിച്ചാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, അഹീതോഫൽ ആരാണ്? അഹീതോഫൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ദാവീദിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും പ്രാണസ്നേഹിതനും അവൻ്റെ മന്ത്രിയുമായിരുന്നു. അവനാണ് എന്ത് ചെയ്തത്? അബ്സലോമിന്റെ ഭാഗം ചാടിപ്പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ആരെ ആക്രമിക്കുന്നത്? ദാവീദിനെ ആക്രമിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും സ്വന്തമായവരിൽ നിന്ന്, ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുണ്ടാകുന്ന കുതികാൽവെട്ടിനെ, കാലുവാരിനെ, ചതിയെ, വഞ്ചനയെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയവ്യതയിൽ നിന്നാണ് സങ്കീർത്തനക്കാരൻ ഈ വാക്കുകൾ ഉച്ചരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനത്തിലേക്ക് പോയത് എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? 2 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു, പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ എന്ന് 14-ാം വാക്യത്തിലും, നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു എന്ന് 13-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് ദാവീദിൻ്റെ പ്രാണസ്നേഹിതനായിരുന്നു അഹീതോഫൽ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ അഹീതോഫൽ പ്രാണസ്നേഹിതനായിരിക്കുമ്പോൾ ഒരുപക്ഷെ അവർ എന്ത് ചെയ്യാം? ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം, അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം, ഒരുമിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായി കടന്നു വരുന്ന ഒരാൾ തന്നെ നിങ്ങൾ വിളമ്പിക്കൊടുക്കുന്ന കഞ്ഞിയും നിങ്ങൾ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചിട്ടുള്ള ഒരാൾ തന്നെ പിന്നൊരു കാലത്ത് നിങ്ങളുടെ വീട്ടിനെതിരായി, നിങ്ങൾക്കെതിരായി സംസാരിക്കുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യത അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളോട് നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എങ്ങനെ? ഒരു പാത്രത്തിൽ നിന്നുണ്ണുകയും ഒരു പായിൽ കിടന്നുറങ്ങുകയും ചെയ്ത സുഹൃത്തുക്കൾ, അവർ തമ്മിൽ പിന്നൊരു കാലത്ത് പിണങ്ങുമ്പോൾ ഈ മാനസിക വ്യതയുടെ വലിപ്പമെന്ത് എന്ന്, ദാവീദ് അനുഭവിച്ച വ്യത എന്തെന്ന് നമുക്കും അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഭക്ഷണമേശയിൽ ഒരുമിച്ച് കൈവയ്ക്കുന്നവർ പരസ്പരം വഞ്ചിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖം എന്ത് എന്ന് അറിയുന്നത്. അതാണ് ദാവീദിനെ ദുഃഖിപ്പിച്ചത്. രണ്ടാമത് പറയുന്നത്, നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ ഒരുമിച്ച് ആരാധനയ്ക്ക് പോയവരാണ്. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം: നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നവരാണ്, നമ്മൾ ഒരുമിച്ച് ദൈവാലയത്തിലേക്ക് വരുന്നവരാണ്, ഒരുമിച്ച് തിരുവത്താഴം അനുഭവിക്കുന്നവരാണ്, ഒരുമിച്ച് സാക്രമെന്റ് പങ്കിടുന്നവരാണ്, ഒരേ വചനം കേൾക്കുന്നവരാണ്, ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്, ക്രിസ്തു എന്ന ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ആ നാം തമ്മിൽ തന്നെ പരസ്പരം വിദ്വേഷവും വെറുപ്പിൻ്റെ വാക്കുകളും ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദനകളാണത്. ഞാനും അവളും ഒരുമിച്ച് വനിതാ സംഘത്തിന് പോയതാണ്, ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോയതാണ്, എന്നിട്ടും എന്നെക്കുറിച്ച് അവൾ ഇങ്ങനെ പറഞ്ഞു എന്നാരെങ്കിലും പറയേണ്ടി വന്നാൽ അതുണ്ടാക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. അങ്ങനെ ആരും പറയാതിരിക്കട്ടെ, പറയരുത്, പറയിപ്പിക്കരുത്. ഞാനും അവളും ഒരുമിച്ച് കൊയറിലുണ്ടായിരുന്നു, ഒരുമിച്ച് പാട്ട് പാടിയതാണ്, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചവരാണ്, എന്നിട്ടിപ്പോഴും എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊരാൾ പറയേണ്ടി വന്നാൽ പറയിപ്പിക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണ്.
അങ്ങനെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഹൃദയവേദനയാണ് ദാവീദ് പങ്കുവയ്ക്കുന്നത്. വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പറയാം, ഞാനും അവനും ഒരുമിച്ചിരുന്ന് തിരുവത്താഴം എടുത്തിട്ടുള്ളതാണ്, എന്നിട്ടും അവൻ എനിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാനതൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക വ്യതയുണ്ട്. അതാണ് ദാവീദ് ഇവിടെ അനുഭവിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ഞാൻ അവനോട് മധുര സമ്പർക്കം ചെയ്തു, നാം ഒരുമിച്ച് ദൈവാലയത്തിലേക്ക് പോയി ദൈവത്തെ ആരാധിച്ചുവല്ലോ, എന്നിട്ടും നീ എൻ്റെ കാല് വാരിയല്ലോ എന്നാണ് ദാവീദ് ചോദിക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു സ്നേഹത്തിൻ്റെ ഈ ഒരു ചതിയെക്കുറിച്ച് പറയുന്നത്. ഇതുപോലെ ബൈബിൾ രേഖപ്പെടുത്തുന്ന ഏറ്റവും ദുഷ്ടത നിറഞ്ഞ മറ്റൊരു ചതിയുണ്ട്. ഏതാണത്? അഹീതോഫൽ ദാവീദിനെ വഞ്ചിച്ചതുപോലെ ഒരേ പാത്രത്തിൽ നിന്ന് ചോറുണ്ണുകയും ഒരേ ആരാധനയ്ക്ക് പങ്കെടുക്കുകയും ചെയ്തിട്ട് ചതിക്കുന്നത് പോലെ വലിയൊരു ചതി ബൈബിളിൽ മറ്റൊരെണ്ണമുണ്ട്. ഏതാണത്? അതൊന്നുമല്ല, യൂദാസ്. പാവം, നിങ്ങൾ ആ മനുഷ്യനെ മറന്നു കളഞ്ഞല്ലോ. ഇത്രയും വലിയ ദുഷ്ടനെ, ഇത്രയും വലിയ ചതിയനെ നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ എന്നാണ്. ക്രിസ്തുവിനോടൊപ്പം നടന്ന് ക്രിസ്തു വിളമ്പിക്കൊടുത്തതൊക്കെ ഭക്ഷിച്ച് അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളൊക്കെ കേട്ട് ഏറ്റവും ഒടുവിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമെന്നും ഇതാ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിൻ എൻ്റെ രക്തമെന്നും പറഞ്ഞ് പാനപാത്രം എടുത്ത് വാഴ്ത്തി കൊടുക്കുമ്പോഴും ആ അപ്പനുറുക്കുകൾക്കുള്ളിൽ കൈയിട്ട് വാരി തിന്നിട്ട് ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി 30 വെള്ളിക്കാശിന് തൻ്റെ ഗുരുനാഥനെ ഒറ്റിക്കൊടുത്തവനെ പോലെ ഇത്രയും ക്രൂരനും ചതിയനുമായ മറ്റൊരു മനുഷ്യൻ ചരിത്രത്തിൽ തന്നെയില്ല. അവനെ നിങ്ങൾ മറന്നു കളഞ്ഞെങ്കിൽ എത്ര പരിതാപകരം എന്നല്ലാതെ ഞാൻ എന്ത് പറയേണ്ടു എന്നാണ്. അതാണ് ഇവിടെ ആരും അഹീതോഫലും അങ്ങനെയാണ് ചെയ്യുന്നത്. അവൻ ദാവീദിനോടൊപ്പം ഒരുമിച്ച് ആരാധിക്കാൻ പോയി, ഒരുമിച്ച് അവർ യാഗമർപ്പിച്ചു, ഒരുമിച്ച് പള്ളിയിൽ പോയി. എന്നിട്ടും അവസാനം ദാവീദിനെതിരായിട്ട് തിരുന്നു. അതുണ്ടാകുന്ന ഒരു വലിയ വേദനയാണ് അത് എന്നാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള വേദനയാണ്. അതിനെ 20-21 വാക്യങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുന്നത് ഇങ്ങനെയാണ്: തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സഖ്യത അവർ ലംഘിച്ചിരിക്കുന്നു. അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ എന്നാണ്. വാക്കുകൊണ്ട് ദാവീദിന് ഏറ്റ വേദനകളെക്കുറിച്ചാണ് അത് പറയുന്നത്. അവൻ്റെ വായ് വെണ്ണ പോലെയായിരുന്നു എന്നാണ്. പക്ഷേ അവൻ്റെ സംഖ്യത, അവൻ്റെ ഹൃദയത്തിലോ യുദ്ധം നിരൂപിച്ചിരുന്നു. അവൻ ഹൃദയത്തിൽ യുദ്ധം വെച്ചുകൊണ്ട് എന്നോട് വെണ്ണ പോലെ സംസാരിച്ചു എന്നാണ്. സങ്കീർത്തനം 28:3 ഇതിനോട് സമമായ മറ്റൊരു വാക്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട് എന്നാണ്. 62-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, അവർ വായ് കൊണ്ട് അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് ശപിക്കുന്നു എന്ന്. ഇതൊക്കെ സങ്കീർത്തനക്കാരനും ജ്ഞാനിയായ ശലോമോനും ഒക്കെ പറയുന്നത് വായിൽ കൂടുതൽ തേനുള്ളവനെ ഏറ്റവും സൂക്ഷിക്കണം എന്നാണ്. തേനൊഴുങ്ങുന്ന വർത്തമാനം പറയുന്നവനെ ഏറ്റവും സൂക്ഷിക്കണം എന്നൊരു ഒരു ഓർമ്മപ്പെടുത്തലാണത്. അഹീതോഫൽ ദാവീദിനെ സുഖിപ്പിച്ച് കൂടെ നടന്നു. നല്ല വാക്കുകൾ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞ് കൂടെ നടന്നു. ഒടുവിൽ അവൻ ചതിച്ചു. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട നിലകൾ നാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതികൾ ആണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ദാവീദിന് ഇത്രയധികം വ്യത ഉണ്ടാകുവാൻ, ഇത്രയും വലിയ ഭാരം തൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ദാവീദിന് പുറമേ നിന്നൊരു സംഘർഷം ഉണ്ടായി. രണ്ടാമത്, ദാവീദിൻ്റെ ഹൃദയവ്യതകൾ, അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്താഗതികൾ അവനെ തളർത്തിക്കളഞ്ഞു. അതവന് വലിയ ഭാരമായി മാറി. മൂന്നാമത്, അവൻ്റെ ഏറ്റവും അടുത്ത പ്രാണസ്നേഹിതർ പോലും അവനെ വേദനിപ്പിച്ചു. അതെങ്ങനെയാണ്? വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചു. ഇന്നും ചിലരൊക്കെ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു വയ്ക്കുന്ന വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ട, ചത്താലും മറക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്കിപ്പോൾ? ഓർമ്മ വരുന്നുണ്ടോ? അവൾ അന്ന് പറഞ്ഞ വാക്ക് ചത്താലും ഞാൻ മറക്കില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞവരായിരിക്കും നിങ്ങൾ, ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിന് കാരണം? അത് അത്രത്തോളം നമ്മളെ വേദനിപ്പിച്ചത് കൊണ്ടാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വശം തുളച്ച് മറുവശത്തൂടെ പുറത്തു പോകുന്ന വാക്കുകളൊക്കെ പറയാൻ കഴിയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്നെങ്കിലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ശപിക്കാനും മോശമായത് സംസാരിക്കാനും ഒന്നുമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. എങ്കിലും
അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ട് എന്നതാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്നതാണ് സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഒരു സഹോദരനെ നാം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നതിന് തുല്യമായി തീരുന്നു, കൊലപാതകം ചെയ്യുന്നു എന്ന് കൂടി കൽപ്പനയുടെ അർത്ഥങ്ങളിൽ നാം അത് മനസ്സിലാക്കുകയും വേണം. ഇത്രയധികം വ്യതകൾ അനുഭവിക്കുന്ന ദാവീദ് ഇതിന് പരിഹാരമായിട്ട് 3 കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഇത്രയും വ്യതകൾ അനുഭവിക്കും, ഇതിന് പരിഹാരവും കൂടി വേണ്ടേ? അടുത്ത് നാം ചിന്തിക്കാൻ പോകുന്നത്, ഇത്രത്തോളം സങ്കടങ്ങൾ അനുഭവിച്ച ദാവീദ് ഇതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നാണ്. ഒന്നാമത് ദാവീദ് തീരുമാനിച്ചത് ഒളിച്ചോടാനായിരുന്നു. സങ്കീർത്തനം 55 അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിക്കേ. അവിടെ എന്താണ് പറയുന്നത്? എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നാണ്. നോക്കുക, ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന വലിയ സാഹിത്യ ഭാഷയൊക്കെയാണ്. എന്താണ്? പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതൊക്കെ സാഹിത്യമാണ്. അതിൻ്റെ സിമ്പിളായിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം കളഞ്ഞിട്ട് ഒളിച്ചോടിയാൽ കൊള്ളാമായിരുന്നു എന്നാണ്. എവിടെയെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ കൊള്ളാമായിരുന്നു എന്നാണ്. ഞാൻ തുറന്നു ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഈ ഭാഗത്തിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിനെയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു പോയ സമയങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടോ? സഹിക്കാൻ പറ്റും. പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുതരം വല്ലാത്ത അരാജകത്വമാണ്. വേണ്ടാത്തതും വേണമെന്നുള്ളതും ഒക്കെ കൂടെ ഇങ്ങ് തള്ളിത്തരും. അപ്പോഴത്തേക്ക് തോന്നും പിന്നെ പിള്ളേരുടെ കലവില് ആകെ അലമ്പ് ഇതെല്ലാം ആകുമ്പോൾ തോന്നും ഇതിനേക്കാളും നല്ലത് കാശിയിലോ രാമേശ്വരത്തോ പോയിരിക്കുന്നതാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സംഗതി. അത് തന്നെയാണ് ഇവിടെ പുള്ളിക്കാരനും പറയുന്നത്. എനിക്ക് പ്രാവിനെ പോലെ ഒരു ചിറകുണ്ടായിരുന്നു, ഞാൻ പറന്ന് എവിടെയെങ്കിലും പോകുമായിരുന്നു. ഇനി നിങ്ങളടുത്തും ചോദിക്കട്ടെ, ഇതിനെയൊക്കെ കളഞ്ഞിട്ട് അപ്പൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ വല്ല സന്യാസാശ്രമത്തിലോ പോയി ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ ജീവിതത്തിൽ? ഉണ്ടാവും. അതില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. അങ്ങനെയൊക്കെ തോന്നിയ സന്ദർഭങ്ങൾ ഇതിനെയൊക്കെ കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയെങ്കിൽ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കും. കൂടുതൽ വിളച്ചിലെടുക്കൽ ഞാൻ എല്ലാത്തിനെയും കൂടെ കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ടും ഉണ്ടാവും. ഇല്ലേ? കാണും. എന്തുകൊണ്ടാണ് നമ്മളിത് എന്തുകൊണ്ടാണ് പറയുന്നത്? അത്രത്തോളം സമ്മർദ്ദം യാഥാർത്ഥ്യം വേണമെന്ന് വെച്ചിട്ടാണോ? അല്ലെങ്കിൽ പോകുമെന്ന് വെച്ചിട്ടാണോ? ഇല്ല, നമ്മൾ പോവുകയൊന്നുമില്ല. പക്ഷേ എന്താണ് ഈ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചുറ്റുപാടിൽ നിന്നും സ്വയവും ഒക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദം സഹിക്കാൻ വയ്യാതാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി പ്രതികരിച്ചു പോകുന്ന ഒരു രീതിയാണത്. മനുഷ്യൻ കണ്ടെത്തുന്ന ഒരു ആശ്രയമാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഒളിച്ചോടുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു ആശ്രയമാണ്. ഇങ്ങനെ ആഗ്രഹിച്ച മറ്റൊരു മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നു ബൈബിളിൽ. ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ ഇരമ്യാവ് പറയുന്ന മറ്റൊരു ഒളിച്ചോട്ടമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. പ്രവാചകന്റെ വലിയൊരു ആഗ്രഹമായിരുന്നത്, ഒഴുകേണ്ടതിന് എൻ്റെ തല മുഴുവൻ വെള്ളമായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ്. കരയാനായിട്ട് എൻ്റെ തലയ്ക്കകത്ത് മുഴുവൻ വെള്ളമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എൻ്റെ കണ്ണുനീർ കുഴി മുഴുവൻ നീരുറവയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ്. അദ്ദേഹവും പറയുന്നുണ്ട്, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ മരുഭൂമിയിലെ സത്രങ്ങളിൽ എവിടെയെങ്കിലും ചെന്ന് ഒറ്റയ്ക്ക് പാർക്കുമായിരുന്നു, വേഴാമ്പലിനെ പോലെ എന്നാണ്. അദ്ദേഹവും തൻ്റെ ശുശ്രൂഷ നിമിത്തം ചുറ്റുപാടുകളിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിടുമ്പോൾ ആ മനുഷ്യൻ ചിന്തിച്ചു പോകട്ടെ, എല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഒളിച്ചോടിയാൽ കൊള്ളാം എന്ന് സ്വാഭാവികമായി മനുഷ്യരുണ്ടാകുന്ന ഒരു ചിന്താഗതിയിലേക്ക് ദാവീദ് വരികയാണ് എന്നാണ്. ഇതിനെക്കുറിച്ച് ഈ ഒരു ഒളിച്ചോടൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സഹജമായ ഒരു വികാരമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. പോൾ ടൂണിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ 4 തരത്തിലുള്ള കൺക്ലൂഷനിലേക്കാണ് വരുന്നത്. ഒന്നാമത്, മനുഷ്യൻ ഒളിച്ചോടാനായിട്ട് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് സ്വപ്നലോകത്തേക്ക് പോവുക എന്നതാണ്. റിയാലിറ്റിയുമായിട്ട്, യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ലോകത്ത് ജീവിക്കുക എന്നാണ്.
നിങ്ങൾ ആരെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് സ്വപ്നം കാണാറുണ്ടോ? ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് സ്വപ്നം കാണാറുണ്ടോ? അല്പം കഴിയുമ്പോഴായിരിക്കും സ്ഥലകാലബോധം വരുന്നത്, എവിടെയാണ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നു. പേടിപ്പിച്ചതല്ല, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ഉണ്ണിക്കൊരു കുഴപ്പമില്ല. അടുത്ത വീണ്ടും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഭൂതകാലങ്ങളിലേക്ക് പോകുന്ന ചിന്ത, അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. എൻ്റെ ഉപ്പുപ്പക്കാരൻ ആനയുണ്ടായിരുന്നു എന്നൊരു നല്ലൊരു ചെറുകഥയുണ്ട് മലയാളത്തിൽ. അത് എഴുതിയതാരെന്നറിയാമോ? വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ എൻ്റെ ഉപ്പുപ്പക്കാരൻ ആനയുണ്ടായിരുന്നു എന്നുണ്ട്. അതായത് പാരമ്പര്യത്തിൽ അഭിരമിക്കാൻ, അതായത് എല്ലാം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന സംഗതിയാണ്. എന്താണ്? ഇന്ന് ഉപ്പും കഞ്ഞിയൊക്കെ ആയിരിക്കും, പക്ഷെ പണ്ട് ഈ നാട്ടിലൊരു ഇല അനങ്ങണമെങ്കിൽ എൻ്റെ അപ്പൂപ്പം പറയണമായിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര കുടുംബക്കാരായിരുന്നു, ഈ കണ്ട നാട് മുഴുവൻ ഞങ്ങളതായിരുന്നു. ഇപ്പോൾ ഇത്തിരി ശോഷിച്ചു പോയി, ഇത്തിരി ഓലയും കീറും ഒക്കെ ആയിപ്പോയി. ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ തറവാട്ടുകാരായിരുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ പറയാൻ നേരിട്ടില്ലേ? അതെന്താണ്? ഇത് മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ആശ്വാസം കണ്ടെത്താനുള്ള ഒരു വഴിയാണത്. അതൊരു തരം ഒളിച്ചോട്ടം എന്നാണ്, റിയാലിറ്റിയിൽ നിന്ന് ഫാൻറ്റസിയിലേക്കുള്ളൊരു ഒളിച്ചോട്ടം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഭൂതകാല നേട്ടങ്ങളിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തെ മറന്നു കളയുക എന്നാണ്. മൂന്നാമത്തേത് രോഗങ്ങളിൽ വീഴുക എന്നതാണ്. രോഗങ്ങളിലേക്ക് വീണു പോവുക. അധികം സമ്മർദ്ദം സഹിക്കാൻ വയ്യാതാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്തോന്ന്? രക്തസമ്മർദ്ദം. അതായത് നിങ്ങൾക്കറിയാതെ എന്തിനാണെന്ന്, എന്താണ്? BP കൂടും ഇല്ലേ? പിന്നെയോ ചിലപ്പോൾ തലവേദന കൂടും, ചിലപ്പോൾ ഒരു നെഞ്ചുവേദന ഉണ്ടാകും, ചിലപ്പോൾ ഒന്നുമില്ല, ഗ്യാസിന് കിഴങ്ങും കാച്ചിലും ഒന്നും കഴിച്ചില്ല എങ്കിലും ഗ്യാസ് ട്രബിൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനെയെല്ലാം വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിൽ ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ്? അനാവശ്യമായ ചിന്തകൾ വലിച്ചു തലയിൽ കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ടെൻഷനുകൾ അല്ലെങ്കിൽ ഭാരം അമിതമാകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും ശരീരവും പ്രതികരിക്കുന്ന രീതികളാണിത്. ചിലർക്കൊക്കെ ഭയങ്കര വയറുവേദനയോ ഒക്കെ ആയിരിക്കും, കൊണ്ടുചെന്ന് CT സ്കാൻ വരെ എടുത്തു നോക്കുമ്പോഴും ഒന്നും കാണില്ല. വീട്ടിൽ വരുമ്പോൾ വീണ്ടും വേദന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം വീട്ടിൽ വരുമ്പോഴാണ് വേദന ഉള്ളത്. കാരണം എന്താണ്? ഈ വേദനയ്ക്കുള്ള സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെ എവിടെയാണുള്ളത്? നമ്മളെ ചുറ്റുപാടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? നമ്മളെ വീണ്ടും ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഇതൊരു ഉദാഹരണമാണ്. ദാവീദ് അനുഭവിച്ചതും കടന്നുപോയതുമായ ഒരു സംഘർഷാവസ്ഥയാണത് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് നാലാമത്തെ ഒരു രീതിയാണ്. താൽക്കാലികവും ഏറ്റവും ദോഷകരവുമായ ഒരു ഒളിച്ചോടൽ മാർഗമുണ്ട്. അത് താൽക്കാലികമായത് മദ്യം, ലഹരി മരുന്നുകളിലേക്കുള്ള അടിമപ്പെടൽ, മറ്റനാവശ്യമായ കൂട്ടുകെട്ടിലേക്കും അനാവശ്യമായ ബന്ധങ്ങളിലേക്കും വീണു പോകുന്ന ഒരു അവസ്ഥ. ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത്, ഏറ്റവും അപകടകരം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന ആത്മഹത്യ എന്ന വഴിയാണ്. ജീവിത സമ്മർദ്ദം, ജീവിത മത്സരം, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മോശവും ദോഷകരവുമായ മാർഗം എന്ന് പറയുന്നത് ആത്മഹത്യയും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കുമുള്ള കടന്നു. ഇത് പോൾ ടൂണിയർ എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരു മനുഷ്യൻ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ എടുക്കുന്ന രീതികളെക്കുറിച്ച് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഈ 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഒരു മാനസിക അവസ്ഥയിലേക്കാണ് ആരും കടന്നുപോയത്? ദാവീദ് കടന്നുപോയി. അദ്ദേഹം പറയുകയാണ്, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നുപോയി ഞാൻ വിശ്രമിക്കുമായിരുന്നു എന്നാണ്. മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, ദൂരത്ത് സഞ്ചരിച്ച് എവിടെയെങ്കിലും പോയി പാർക്കുമായിരുന്നു എന്നാണ്. ഈ ഒളിച്ചോട്ടത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം ചിന്തിക്കുന്ന രണ്ടാമത്തെ പരിഹാരമാർഗം എന്ന് പറയുന്നത് അതും ഒരു മനസ്സുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അത് അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഇവരെ ശപിക്കാം എന്നതാണ്. അതും മനുഷ്യൻ്റെ ഒരു മാനസിക ആശ്വാസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. ഇച്ചിരി സാമ്പത്തിക നിലയിലോ ഇച്ചിരി ഉയർന്ന നിലയിലോ ഒക്കെ ഉള്ള ഒരാളുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കശപിശയുണ്ട്. നേരിട്ടൊന്നും പറയാനോ ചെയ്യാനോ സാധിക്കില്ല. എന്നാൽ സ്വാഭാവികമായി മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ ഗേറ്റിൻ്റെ വെളിയിലെങ്കിലും ചെന്ന് നിന്ന് ഒരു പിടി മണ്ണൊക്കെ വാരിയിട്ട് ഒരു ക്രിയയൊക്കെ നടത്തിയിട്ട് എല്ലാം കൂടി
ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് ഞാനും എൻ്റെ മക്കളും കാണും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു സാഹിത്യ കലാപരിപാടിയൊക്കെ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ശാപം എന്ന് വിളിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഒരു കലാപരിപാടിയുണ്ട്. അത് എന്താണ് യഥാർത്ഥത്തിൽ? നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഇടത്തിൽ ശത്രു വലിയവനായിരിക്കുകയും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു എന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഞാൻ കണ്ടെത്തുന്നൊരു മാർഗമാണ് അവനെ ശപിക്കുക എന്നത്. അതുകൊണ്ടുള്ള നമ്മുടെ ചിന്താഗതി എന്താണ്? നമ്മുടെ കുഞ്ഞു മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ശപിച്ചിട്ടുണ്ട്, അതവന് കിട്ടിക്കോളും. അപ്പോൾ ഇത് നമുക്കൊരാശ്വാസം. നമ്മുടെ സ്വരാജ് വെഞ്ഞാറോട് പറയുന്നില്ല, ഒരു ചെറിയൊരു മനസ്സുഖം. ആ മനസ്സുഖത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ശാപവാക്കുകൾ ഉച്ചരിക്കുന്നത്. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, 55-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശാപസങ്കീർത്തനവും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. 15-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. വീണ്ടും ഒരിക്കൽ കൂടെ പറയാം. മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ, ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട്. 23-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ നീ അവരെ നാശത്തിന്റെ കുഴിയിലേക്ക് ഇറക്കും, രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസ്സിന്റെ പകുതിയോളം ജീവിക്കുകയില്ല എന്നാണ്. ഇത് ദാവീദ് യഥാർത്ഥത്തിൽ തൻ്റെ ഹൃദയവ്യത കൊണ്ട് പറഞ്ഞു പോയ, ഈ പറഞ്ഞ ഒരു ആശ്വാസത്തിനായി ഉച്ചരിച്ചു പോയ വാക്കുകളാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളും പലപ്പോഴും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ശത്രുക്കളെയൊക്കെ ഇങ്ങനെയുള്ള ആശ്വാസ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മളും പലപ്പോഴും സമാധാനം അടഞ്ഞിട്ടുണ്ട്, നമ്മളും ആശ്വസിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തുകൊള്ളണം. അവിടെയാണ് സങ്കീർത്തനക്കാരൻ ഒരു മാതൃക നമുക്ക് വെച്ച് തരുന്നത്. ഇവിടെ അദ്ദേഹം ഇതൊരു ശാപവാക്കുകളായിട്ട് പറഞ്ഞു എങ്കിലും ബൈബിൾ ചരിത്രം പഠിക്കുമ്പോൾ ഈ ദാവീദിന്റെ ശത്രുഭാഗത്ത് നിന്ന് അബ്സലോം ആകട്ടെ അഹീതോഫലാകട്ടെ ആയുസ്സിന്റെ മധ്യത്തിൽ പട്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നുണ്ട്. ഞാൻ 2 വേദഭാഗങ്ങൾ പറഞ്ഞു തരാം. 2 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവിടെ അബ്സലോമിന്റെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്സലോം എങ്ങനെയാണ് മരിച്ചത്? ദാവീദിന്റെ സൈന്യവുമായുള്ള യുദ്ധത്തിനിടയിൽ അബ്സലോം കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോകുമ്പോൾ, കോവർ കഴുതപ്പുറത്ത് കയറി ഓടിച്ചു പോകുമ്പോൾ അബ്സലോമിന്റെ നീണ്ട മുടി കരുവേലകം എന്ന മരത്തിൽ ചുറ്റുകയും കോവർ കഴുത അവന്റെ കാലിനടിയിൽ നിന്ന് ഓടിപ്പോവുകയും ഇവൻ ആകാശത്തിലും ഭൂമിയിലുമല്ലാതെ തൂങ്ങി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ദാവീദിന്റെ ഒരു സേനാധിപതിയായ യോവാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരികയും കുന്തം കൊണ്ട് അവന്റെ നെഞ്ചിൽ കുത്തി അവനെ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആര് മരിക്കുന്നു? ആ ദാവീദിന്റെ മകനും ദാവീദിനോട് മത്സരിച്ചവനും ദാവീദിനെ ശപിച്ചവനും ദാവീദിനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടവനുമായ അബ്സലോം ആകാശത്തുമല്ല ഭൂമിയിലുമല്ലാതെ നിന്ന് തൻ്റെ പ്രായം ഒരു 40-45 വയസ്സിനകത്തുള്ള നല്ല പ്രായത്തിൽ എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു എന്നതാണ്. പിന്നെയും നമ്മൾ ശമൂവേലിന്റെ പുസ്തകം തന്നെ 17-ാം അധ്യായം 23-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ അഹീതോഫൽ എന്ന മനുഷ്യൻ, ദാവീദിനെ ഒറ്റിക്കൊടുത്ത് ദാവീദിനെ വഞ്ചിച്ച് അവൻ്റെ രഹസ്യങ്ങളുമായി മറുവശം ചാടിപ്പോയ അഹീതോഫൽ എന്ന് പറയുന്ന മനുഷ്യനും തൻ്റെ ആലോചനകളെല്ലാം നിഷ്പ്രഭമായി എന്നും ദൈവം ദാവീദിന്റെ പക്ഷത്താണ് എന്നും മനസ്സിലാക്കിയിട്ട് തൻ്റെ ഗ്രഹകാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം പോയി കെട്ടി തൂങ്ങി ചത്തുകളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും നീതിമാനും ദൈവവിശ്വാസിയും ദൈവഭാഗത്ത് നിൽക്കുന്നതുമായ ഒരു മനുഷ്യനെതിരായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് അപ്രകാരം സംഭവിച്ചു എന്നുള്ളത് ബൈബിൾ രേഖപ്പെടുത്തുന്ന ഒരു സത്യമായി നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെ ഒരു അവസാനം ഉണ്ട് എന്നുള്ളതല്ല. അത് അവരുടെ കാലഘട്ടത്തിൽ അന്ന് അവർക്ക് ദൈവം വെച്ചിരുന്ന ഒരു വിധി അങ്ങനെയായിരുന്നു എന്നതുകൊണ്ടാണ്. അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലുമാണ്. അനാവശ്യമായി നീതിമാന്മാരുടെ കാര്യത്തിൽ ദൈവഭാഗത്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണത്. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് ദാവീദ് കണ്ടെത്തുന്ന മൂന്നാമത്തെ പരിഹാര മാർഗമാണ്. ഞാൻ 2 പറഞ്ഞു. ഏതൊക്കെയാണ്? ആദ്യം ദാവീദ് തിരഞ്ഞെടുത്ത പരിഹാര മാർഗം ഏതായിരുന്നു? ഒളിച്ചോടാം എന്നുള്ള ചിന്തയായിരുന്നു. അത് നല്ലതായിരുന്നോ? ഇല്ല. അവൻ അതിൽ നിന്ന് ആശ്വാസം കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ആ ചിന്ത ഉപേക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഒരു മനസ്സുഖത്തിന് വേണ്ടി അവരെ ശപിച്ചു കളയാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ അവരെ ശപിക്കാനായിട്ടും തുടങ്ങി. അതിൽ നിന്നും അവൻ ആശ്വാസം കിട്ടിയോ? അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ? ഇല്ല. അവിടെയാണ്
അവൻ മൂന്നാമതൊരു വഴിയിലേക്ക് തിരിയുന്നത്. മൂന്നാമത്തെ അവൻ്റെ പരിഹാര മാർഗത്തിലേക്ക് തിരിയുകയാണ്. 16-17 വാക്യങ്ങൾ. 55 സങ്കീർത്തനം 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. 22-ാമത്തെ വാക്യം: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ അനുവദിക്കുകയില്ല എന്ന്. ഈ 3 വാക്യങ്ങളും ചേർത്താണ് നമ്മൾ ഈ ഭാഗം ധ്യാനിക്കുന്നത്. ഇവിടെയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ശരിയായ ദിശയിലേക്ക് വരുന്നത്, ശരിയായ പരിഹാര മാർഗത്തിലേക്ക് വരുന്നത്. അത് ദൈവം മാത്രമാണ്. ഒരു മനുഷ്യൻ നേരിടുന്ന പുറമേയുള്ള സംഘർഷങ്ങളാകട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വ്യതകളാകട്ടെ, അവൻ അകത്തും പുറത്തും നേരിട്ട് കൊണ്ടിരിക്കുന്ന ആത്മസംഘർഷങ്ങളാകട്ടെ, ഇതിനൊക്കെ അവന് പരിഹാരം എന്ന് പറയുന്നത് ഒളിച്ചോട്ടവും ശാപവും ഇതിൽ നിന്നുള്ള ആത്മഹത്യയും പിന്മാറലും ഒന്നുമല്ല. തൻ്റെ സങ്കടങ്ങളുമായി ആരുടെ അടുക്കിലേക്ക് പോവുക എന്നതാണ്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുക എന്നത് മാത്രമാണ് അവൻ്റെ ആശ്വാസം, അവൻ്റെ പരിഹാരമാർഗം എന്നതാണ്. ഇവിടെ ഈ മനുഷ്യൻ്റെ വലിയ പ്രത്യാശ നമുക്ക് കാണാം. എന്താണ് അവൻ്റെ പ്രത്യാശ? 16-ാമത്തെ വാക്യത്തിൽ ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അത് അവൻ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, ഞാൻ പോയി ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, പ്രാർത്ഥിക്കും. അതിൻ്റെ 2-ാമത്തെ ഭാഗം ഒന്ന് വായിച്ചേ: യഹോവ എന്നെ രക്ഷിക്കും. അതാണ് തീരുമാനം, അതാണ് അവൻ്റെ വിശ്വാസം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചെന്ന് എൻ്റെ സങ്കടം ബോധിപ്പിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ: ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ചെന്ന് എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും, അപ്പോൾ എൻ്റെ കരച്ചിൽ കാണുകയും എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട്. ആ ഒരു വിശ്വാസത്തിലേക്ക് ദാവീദ് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. മനുഷ്യ സഹജമായ വികാരങ്ങളാലും വെളിപ്പെടുത്തലുകളാലും തനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ ശാശ്വത പരിഹാരമായ ദൈവത്തിലേക്ക് തിരിയുകയാണ് സങ്കീർത്തനക്കാരൻ. അതിലൂടെ അദ്ദേഹം ആശ്വാസം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നോക്കുക, അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കും എന്നത് ആ മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യാശയായിട്ട് നമുക്ക് കാണാം. 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 37-5 പറയുന്നുണ്ട്: നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും എന്നാണ്. നിന്റെ ജീവിത വഴികളൊക്കെയും യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിപ്പാൻ തക്കവണ്ണം ശക്തനായിരിക്കുന്നു എന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 6-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതിനെ കുറിച്ച് നീ വിചാരപ്പെടരുത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നാണ് ക്രിസ്തുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചു കേട്ട ലേഖന വേദഭാഗമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വായിച്ചത്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും, ഇത്രയും സമയം നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് പുറമേ നിന്നും അകമേ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ആത്മസംഘർഷങ്ങളെ കുറിച്ചാണ്. അതിനൊന്നും നമുക്ക് സ്വയമായിട്ടൊരു പരിഹാരമില്ല. ആ പരിഹാരമുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ എന്ന് പത്രോസ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്, നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ദാവീദ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കുമെന്നും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ് 19-ാം വാക്യത്തിൽ: ദൈവം കേട്ട് ഉത്തരമരുളും, പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ. എൻ്റെ ദൈവം ആരാണ്? അതിപുരാതനായ ദൈവമാണ്, സൃഷ്ടികർത്താവായ ദൈവമാണ്. ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവനാണ്. ആ ദൈവം എൻ്റെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, യോസഫിനെ അടിമത്വത്തിൽ നിന്ന് അവൻ വിടുവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനം അടിമത്വത്തിലായിരുന്ന 400 വർഷങ്ങൾക്ക് ശേഷം അവരെ വിടുവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.
പുരാതനമേ സിംഹാസനസ്ഥനായ ദൈവം, അവൻ തന്റെ മക്കളുടെ ജീവിതത്തിൽ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ വേണ്ടുന്ന വിധത്തിൽ ഇടപെടുവാൻ ശക്തനായ ഒരു ദൈവമാണ്. അവൻ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്. അവനോട് ഞാൻ കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കുമൊക്കെ എൻ്റെ സങ്കടം ബോധിപ്പിക്കുന്നത്. അവന് പ്രാർത്ഥന കേൾക്കുവാനും ഉത്തരമരുളുവാനും മനസ്സുണ്ട്, കൃപയുണ്ട്, ശക്തിയുണ്ട്. ആ വിശ്വാസമാണ് അവൻ്റെ അന്തിമമായ വിശ്വാസം. അതുകൊണ്ട് അത് അനുഭവിച്ച് കഴിഞ്ഞിട്ട്, ദൈവത്തിൻ്റെ ആ കൃപയെ മുഴുവൻ തന്നിലേക്ക് അനുഭവിച്ച് കഴിഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, ഞാനിതെല്ലാം അനുഭവിച്ചു. എനിക്ക് വലിയ ചിന്താഭാരങ്ങൾ ഉണ്ടായിരുന്നു, വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഒളിച്ചോടിയാലോ എന്ന് ഞാൻ ആലോചിച്ചു, ആത്മഹത്യ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു, എല്ലാം ഇട്ടിട്ട് പോയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ നശിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഹൃദയവും എനിക്ക് സ്വസ്ഥത തന്നില്ല. ഒടുവിൽ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. അവൻ്റെ സമാധാനം എനിക്ക് തന്നു. അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കണ്ണുനീർ തുടച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാണ്, ഇതുവരെ പറഞ്ഞു വന്നതുപോലെയല്ല, അടുത്ത വോയിസ് മാറുകയാണ്. പിന്നെ പറയുന്നത് നമ്മളോടാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇതുവരെ പറഞ്ഞത് അവൻ, ഈ 21-ാമത്തെ വാക്യം വരെ അവൻ പറഞ്ഞത് സ്വന്തം കാര്യമാണ്. 22-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മളോട് പറയുന്നത് നമ്മളോടാണ്. അവനെപ്പോലെ തന്നെ കാലാകാലങ്ങളിൽ ജീവിത സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന, അവനെ പിന്തുടർന്നു വരുന്ന ഭക്തരായ മനുഷ്യരോട് പറയുകയാണ്, നിന്റെ ഭാരവും നീ ആരുടെ മേൽ വെച്ചുകൊള്ളുക? യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്നെ പുലർത്തുവാൻ തക്കവണ്ണം അവൻ പുരാതനമേ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവൻ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ ഭാരത്തെക്കുറിച്ച്, ചിന്താകുലത്തെക്കുറിച്ച്, വിചാരപ്പെടലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവസാനം അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് നമുക്കുള്ള ഏറ്റവും വലിയ ഭാരം? എന്താണ് നമുക്കൊക്കെ ഭാരപ്പെടലെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കടഭാരമുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന കുറേ ഭാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കടഭാരമുണ്ടോ? ഉണ്ട്. ജീവിത ഭാരമുണ്ടോ? ഉണ്ട്. ജോലി ഭാരമുണ്ടോ? ഉണ്ട്. മക്കളെ കൊണ്ട് ഭാരമുണ്ടോ? എത്ര കിലോ വരും? മക്കളെ കൊണ്ടുള്ള ഭാരമേ എത്ര കിലോ വരുമെന്നാണ് ചോദിച്ചത്. മക്കളൊന്നും ഒരു ഭാരവും അല്ല. വയസ്സായ അപ്പനും അമ്മയും ഒരു ഭാരമാണോ? അതൊക്കെയാണോ ഭാരങ്ങൾ? അതൊന്നും ഒരു ഭാരമേ അല്ല. ഒരു മനുഷ്യനൊരിക്കൽ ഒരു കടയിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ തോളത്ത് വൃദ്ധനായൊരു മനുഷ്യനുമുണ്ട്. കൊണ്ടുചെന്ന് കടയിലൊരു കസേരയിലിരുത്തി ആ അപ്പച്ചന് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്തു. വാരി കഴിക്കാൻ പറ്റുന്നില്ല. വിറയലുള്ള കൈയാണ്. വിറയ്ക്കുന്ന കൈയോടുകൂടി ഭക്ഷണമൊക്കെ ഇങ്ങനെ വാരി കഴിച്ചു. താടിയിലൊക്കെ ഒലിച്ചു, ഷട്ടിലൊക്കെ വീണു. ആ മകൻ ഒന്നും പറഞ്ഞില്ല, കൂടിയിരുന്ന് സഹായിച്ചു കൊടുത്തു. ഒടുവിൽ കൈയൊക്കെ കഴുകി ഈ മനുഷ്യനെയൊക്കെ വൃത്തിയാക്കിയെടുത്ത് വീണ്ടും പഴയതുപോലെ തോളത്തെടുത്തിട്ടുകൊണ്ട് കൗണ്ടറിൻ്റെ അടുക്കലേക്ക് വന്നു. അവിടെ ഇരുന്ന മനുഷ്യനിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ചോദിച്ചു, സഹോദര, ഈ ചെറുപ്പകാലത്ത് താങ്കൾ എന്തിനാണ് ഈ ഒരു ഭാരം ഇങ്ങനെ ചുമക്കുന്നത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത് ഭാരമല്ല, ഇത് എൻ്റെ അപ്പനാണ് എന്ന്. ഇത് ഭാരമല്ല, ഇത് എൻ്റെ അപ്പനാണ്. ജീവിതത്തിൽ ബന്ധങ്ങൾ എപ്പോഴെങ്കിലും ഭാരമായി തീരുന്നു എന്ന് തോന്നിയാൽ അവിടെയാണ് നമുക്ക് ബന്ധങ്ങളില്ലാതെ പോകുന്നത്. അത് വെറും ഭാരം തന്നെയാണെങ്കിൽ. അപ്പനെ അപ്പനായും എനിക്ക് വേണ്ടി ചെറുപ്പകാലം മുഴുവൻ അധ്വാനിച്ച്, തൻ്റെ നല്ല കാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ച്, തൻ്റെ കയ്യിലും കാലിലും കായ്പ പിടിച്ച്, താൻ ഒരു സിനിമയ്ക്ക് പോകാതെ, താനൊരു നല്ല കാര്യം പോകാതെ, താനൊരു നല്ല വസ്ത്രം ധരിക്കാതെ എനിക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി തന്ന എൻ്റെ അപ്പനാണ് എന്ന് അപ്പനെ വയസ്സാം കാലത്ത് ഓർക്കാനും പരിരക്ഷിക്കാനും കഴിയുന്ന മക്കൾക്ക് അപ്പൻ ഒരിക്കലും ഒരു ഭാരമല്ല. അല്ലാതെ മറിച്ച് ചിന്തിച്ചാൽ അപ്പൻ എന്താകും? ഭാരമാകും. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല സാരി ഉടുക്കാതെ, ഒരു നല്ല കാര്യത്തിന് പോകാതെ, നടന്ന് അടുക്കളയ്ക്കകത്തും വീട്ടിനകത്തും ചുറ്റിലും കൂടെയായിട്ട് നടന്ന് ഒരു സ്ത്രീ ഒരു വർഷം തൻ്റെ ഒരു ആയുഷ്കാലം വീട് മുഴുവൻ നടക്കുന്ന നടപ്പ് കൊണ്ട് നടന്നാൽ ഇന്ത്യ മുഴുവൻ ചുറ്റിയിട്ട് വരാമെന്നാണ് പറയുന്നത്. എത്ര കിലോമീറ്റർ എന്ന് ആലോചിച്ച് നോക്കണം.
അതിനൊന്നും ഒരു കണക്കില്ല. കാലിൻ്റെ പാദം തേഞ്ഞു, വിരലുകൾ തേഞ്ഞു, കാൽമുട്ട് തേഞ്ഞു, നടു തേഞ്ഞു, കഴുത്തിലെ എല്ല് തേഞ്ഞു, അവസാനം രുചി അറിയില്ല, ഗുണമറിയില്ല, ഇതൊന്നും അറിയാതെ അവരൊരു ജീവച്ഛവമായി തീരുമ്പോൾ മക്കൾക്കും മരുമക്കൾക്കുമൊക്കെ ആ സ്ത്രീ ഒരു ഭാരമായി മാറുന്നു. അപ്പോഴവരെന്തല്ല, അമ്മയല്ലാതായി മാറുന്നു. അതുവരെയും അമ്മയായിരുന്നവർ പിന്നെ എന്തായി മാറുന്നു? ഭാരമായി മാറുന്നു. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിലെ ഭാരം. ദൈവം അനുഗ്രഹിച്ച് തന്ന മക്കളുണ്ടാകും. നമുക്കൊക്കെ നല്ല മക്കളുണ്ട്. ചിലർക്കൊക്കെ ഒരു പക്ഷേ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകാം. അതൊന്നും ഒരു ഭാരമല്ല. അത് ദൈവം നൽകുന്നതും നാം അത് സന്തോഷത്തോടെ കൊണ്ടു നടക്കുന്നതുമൊക്കെയാണ്. അങ്ങനെയാകാൻ, ബന്ധങ്ങളെ ബന്ധങ്ങളായി അംഗീകരിക്കുവാനും അത് ദൈവം നൽകുന്ന ജീവിത അനുഗ്രഹങ്ങളാണ് എന്ന് ചിന്തിക്കുവാനും കഴിയുന്നിടത്ത് ഭാരം ഭാരമല്ലാതായി തീരുകയും മറിച്ചത് സ്നേഹമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ഭാരങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയണം. സ്നേഹം കൊണ്ട് ഭാരത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല ഭാരമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു മനുഷ്യനെ ആത്യന്തികമായി ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ മറുപടി പറയുമെന്ന്. നിങ്ങൾക്കുള്ള ഭാരമല്ല ഞാൻ നേരത്തെ പറഞ്ഞു തീർത്തില്ലേ? പാപഭാരം എന്നൊന്നുണ്ടോ? ഉണ്ടോ? ക്രിസ്ത്യാനികളായ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പാപഭാരം എന്നൊന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആത്യന്തികമായി അവൻ ചുമക്കുന്ന അവൻ്റെ ഭാരമെന്ന് പറയുന്നത് അവൻ ഒരിക്കലും സ്വയം ഒഴിച്ചു തീർക്കാൻ പറ്റാത്ത പാപഭാരം ആണ്. അതിന് ഏക പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ തൻ്റെ ചോരയും നീരും നമുക്ക് വേണ്ടി ഊറ്റിയ, തൻ്റെ യൗവനപ്രായത്തിൽ തൻ്റെ ശരീരം നമുക്ക് വേണ്ടി ചിന്തിയ കർത്താവായ യേശുവല്ലാതെ ആ പാപപരിഹാരത്തിനായിട്ട് മറ്റൊരു മാർഗവും ഇല്ല. ആ പാപഭാരം ഇറക്കി വയ്ക്കപ്പെടുന്നതിനെക്കുറിച്ച് മനോഹരമായി ചിത്രീകരിച്ചൊരു കഥയാണ് പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്നൊരു കഥ. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നന്നായിരിക്കും വായിച്ചാൽ. ജോൺ ബനിയൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു മനുഷ്യൻ എഴുതിയ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആ കഥയിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു മനുഷ്യനാണ് എൻ്റെ കേന്ദ്ര കഥാപാത്രം. അയാൾ തൻ്റെ വീട് വിട്ട് ഇറങ്ങി ക്രിസ്തുവിനെ കാണാനായിട്ട് പോവുകയാണ്. ചുമലിലൊരു വലിയ ഫാണ്ടക്കെട്ടുണ്ട്. ആ ഫാണ്ടക്കെട്ടിനെ അയാളുടെ പാപഭാരം എന്നാണ് ജോൺ ബനിയൻ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ പാപഭാരവും ചുമന്നുകൊണ്ട് ദുർഘടമായ യാത്രയാണ്. ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം അവൻ കാൽവരിയിലെ ക്രൂശ് കാണുന്നുണ്ട്. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ അവൻ രക്ഷകനെ കാണുമ്പോൾ, ക്രിസ്തുവിനെ കാണുമ്പോഴാണ് അവൻ്റെ ചുമലിൽ നിന്ന് ഈ പാപഭാരം എന്ന ഭാണ്ഡക്കെട്ട് വീണു പോവുകയും അവൻ സ്വതന്ത്രനായി തീരുകയും ചെയ്യുന്നത്. അതൊരു വിടുതലിൻ്റെ കഥയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ കഥയാണ്. അത് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ മനുഷ്യനും അവൻ്റെ ആത്മാവിൽ ചുമക്കുന്ന ഒരു പാപമുണ്ട്. ആദി മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കടന്നു വരുന്ന അനുസരണക്കേട് എന്നും ഏതൊരു മനുഷ്യനെയും അവൻ്റെ വിചാരങ്ങളും വികാരങ്ങളും കീഴടക്കി വച്ചിരിക്കുന്ന ഒരു പാപവുമുണ്ട്. അതാണ് എല്ലാ മനുഷ്യരും അന്നന്ന് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെടേണ്ട പാപഭാരം. ഓരോ നാളും ചിലരൊക്കെ പാപത്തോട് പാപം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കോ ക്രിസ്തു നൽകിയിരിക്കുന്ന ഏക ആശ്വാസം എന്ന് പറയുന്നത് പാപഭാരം ഒഴിച്ചു കളയുക എന്നതാണ്. അതിനുള്ളൊരു മുഖാന്തരമാണ് നമുക്ക് സാക്രമെന്റും വചനവും ഒക്കെ എന്ന് പറയുന്നത്. അതിനാണ് നമുക്ക് ദൈവാലയം എന്ന് പറയുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് നമുക്ക് അതൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാനായിട്ട് കഴിയണം. നമുക്ക് കഷ്ടതകളോട് അല്ലെങ്കിൽ ഈ ഭാരങ്ങളെന്ന് പറയുന്ന സംഗതിയോട് ഉണ്ടാകേണ്ട മനോഭാവം എന്തെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും, നിങ്ങളൊന്ന് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് അയാൾ പറഞ്ഞത്, പൗലോസ് പറഞ്ഞത് ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലെല്ലാം ആ ദൈവസ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ്. ഒറ്റപ്പെടലുകളിലെല്ലാം ക്രിസ്തു അവന് കൂട്ടായിരുന്നത് കൊണ്ടാണ്. മരണത്തെ മുഖാമുഖം കണ്ട സമയങ്ങളിലെല്ലാം ആശ്വാസദായകനായിട്ട് ക്രിസ്തു അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവൻ പറയുകയാണ്, എനിക്ക് ഏതവസ്ഥയിലിരിക്കാനും അറിയാം, കാരണം ക്രിസ്തു എന്നോടൊപ്പം ഉണ്ട്. ഒരു ക്രിസ്മസ് കാലം കഴിഞ്ഞ് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാമും ഒരുപാട് ജീവിത പ്രതിസന്ധികൾ കടന്നു വന്നവരാണ്.
ഇപ്പോഴും അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ്. പക്ഷേ ഇവിടെ ഇമ്മാനുവേലായ ക്രിസ്തുവിനെ നാം ആരാധിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ്. ക്രിസ്തു ദൈവം നമ്മോട് കൂടെ എന്നാണ് ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം. ദൈവം നമ്മോട് കൂടെ എന്നതിൻ്റെ അർത്ഥം എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ നമ്മോട് കൂടെ എന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ള സമയങ്ങളിലാകട്ടെ, ഇല്ലായ്മകളിലാകട്ടെ, രോഗത്തിലാകട്ടെ, ദുരിതത്തിലാകട്ടെ, നന്മയിലാകട്ടെ, തിന്മയിലാകട്ടെ, ദൈവം നമ്മോട് കൂടെ, എല്ലായ്പ്പോഴും അവൻ നമ്മോട് കൂടെ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിലൂടെ ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ എന്നെ ശക്തനാക്കുവാനും അവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ ഭാരം വഹിക്കുമ്പോൾ എൻ്റെ ഭാരം നീക്കിത്തരുവാൻ അവൻ എന്നോട് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കുക. ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് 1.25 മണിക്കൂറായി നമ്മൾ ആരംഭിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്കിപ്പോൾ നിർത്തിക്കളയാം. ഒറ്റ കാര്യം കൂടെ. നിങ്ങൾ എനിക്ക് തോന്നുന്നു നാട്ടിൻ പുറത്തുകാരാണ്. ഇവിടെ ഈ പള്ളിപ്പണിയും മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കരിങ്കല്ല് ചുമന്നിട്ടുണ്ടോ? കരിങ്കല്ല് ചുമന്നിട്ടുണ്ടാവും അല്ലേ? കരിങ്കല്ല് എത്ര സമയം ഒരാളിന് ചുമന്നുകൊണ്ട് നടക്കാം? ഇച്ചിരി ഭാരമുള്ളൊരു കരിങ്കല്ലാണെങ്കിൽ എത്ര സമയം ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റും? കുറച്ച് സമയം കഴിയുമ്പോൾ കഴുത്ത് വേദനിക്കും, പിന്നെ പെടലി വേദനിക്കും, നടുവേദനിക്കും, കാലൊക്കെ കഴിക്കും. എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ മതി എന്ന് തോന്നും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഇറക്കി വയ്ക്കും. ഇറക്കി വെച്ചിട്ട് തിരിച്ചു പോകാൻ സമയത്ത് പറയാൻ ഇത് തിരിച്ചു കൊണ്ടുപോ എന്ന് പറഞ്ഞാൽ എടുക്കാൻ തോന്നുമോ? എടുക്കാൻ തോന്നുമോ? തോന്നുമോ? മറുപടി പറ. തോന്നുമോ? ഇല്ലല്ലേ. അപ്പോഴൊരു കാലിൽ നിന്നൊരു വിറയിൽ കയറും. എന്തിനാ ഇതിനെടുത്ത് വീണ്ടും തലയിൽ കയറ്റുന്നതെന്ന്. ഞാൻ വീണ്ടും നിങ്ങളോട് വളരെ സാരസ്യമായി ചോദിക്കട്ടെ. നിങ്ങൾ ആരാധനയിലേക്ക് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴൊക്കെ ഓരോ വട്ടവും ഒരുപാട് ഭാരങ്ങളോടെയാണ് വരുന്നത്, ആണല്ലോ. ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഭാരമൊഴിഞ്ഞ ലാഘവമായ, കുറച്ച് സാഹിത്യമൊക്കെ കയറ്റി പറഞ്ഞാൽ ഈ മേഘങ്ങളുടെ ഇടയിൽ തൂവലുകളൊക്കെ ഇങ്ങനെ ചാഞ്ചാടി കളിക്കുന്നത് പോലെ അത്രയും സരസമായി, അത്രയും ലാഘവത്തോടു കൂടെയാണോ നിങ്ങളിങ്ങനെ ഒഴുകി തിരികെ പോകുന്നത്? അത്രയും ശാന്തി നിറഞ്ഞവരായി, സമാധാനം നിറഞ്ഞവരായിട്ടാണോ നിങ്ങൾ തിരികെ പോകുന്നത്? ആണോ? അല്ല. അല്ല അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ആരാധന? അങ്ങനെ അല്ല എങ്കിൽ പിന്നെ എന്താണ് പ്രാർത്ഥന? അങ്ങനെയല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ദൈവാലയത്തിലേക്ക് വരുന്നത്? നമ്മൾ ഇത്രയും സമയം ധ്യാനിച്ചതനുസരിച്ച് നമുക്ക് പുറമേ ഒരുപാട് സംഘർഷങ്ങളുണ്ട്, പുറത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നതുണ്ട്, നമ്മൾ സ്വയം ചിന്തിച്ചുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന്, നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് ഓടിപ്പോയാലോ എന്ന് വരെ തോന്നിപ്പിക്കുന്ന സംഗതികളുണ്ട്. ഇവയെല്ലാം കൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്? ഇതിലെല്ലാറ്റിനും മേലെ പാപഭാരമെന്നുണ്ട്. ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച്, അരുതായ്മകളെക്കുറിച്ച് മനസാക്ഷിയിൽ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുത്തുണ്ട്. അതിനെയാണ് പാപഭാരം എന്ന് വിളിക്കുന്നത്. അതിനൊരു ബോധ്യം വേണം. ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം ആദ്യം വേണം. എങ്കിലേ മനസാക്ഷി കുത്തും ഉണ്ടാകൂ. സ്വയം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊന്നും എന്തുണ്ടാകില്ല? മനസാക്ഷി കുത്തുണ്ടാകില്ല. ചെയ്തത് തെറ്റാണ് എന്ന് ഉണരുന്നവനാണ് മനസാക്ഷി കുത്തുണ്ടാകുന്നത്. അതിനെയാണ് പാപഭാരം എന്ന് വിളിക്കുന്നത്. ഈ പാപഭാരത്തോടും ജീവിതഭാരത്തോടും കൂടി ഓരോ ആരാധനയ്ക്കും വന്നു കഴിഞ്ഞിട്ട് തിരികെ പോകുമ്പോൾ ഒരു കരിങ്കല്ല് ഇറക്കി വെച്ചിട്ട് പോകുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ആരാധനകൾ ഏറ്റവും അർത്ഥവത്തായി തീരുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ നോക്കുന്നത്, നിങ്ങൾ വചനം കേൾക്കുന്നത്, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത് ഏറ്റവും അർത്ഥവത്തായി തീരുന്നത് അപ്പോഴാണ്. നിങ്ങൾ ഓരോ വട്ടം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും അത്യുന്നതൻ്റെ അടുക്കൽ, പുരാതനമേ സിംഹാസനസ്ഥനായവൻ്റെ അടുക്കലാണ് ഇരിക്കുന്നത്. എനിക്ക് വേണ്ടി സകലവും കരുതുന്നവൻ്റെ അടുക്കലാണ് ഇരിക്കുന്നത്. എൻ്റെ പാപഭാരം ചുമന്ന് തീർക്കുന്നതിന് വേണ്ടി കാൽവരിയിലെ ക്രൂശിലെ യാഗമായവൻ്റെ അടുക്കലാണ് ഇരിക്കുന്നത്. അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പോകുമ്പോൾ ആശ്വാസത്തോടെ പോകാനായിട്ട് കഴിയണം. ഒറ്റ ചോദ്യം കൂടെ. ആരാധനകളുടെ ഏറ്റവും ഒടുവിലെ ശുശ്രൂഷകൻ ഒരു ആശീർവാദം പറയാറുണ്ട്. ആശീർവാദത്തിൽ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൻ്റെ 3-ാമത്തെ സെന്റൻസ്,
കഴിഞ്ഞ ഞായറാഴ്ചത്തല്ല, ഒന്നാം തീയതിയിലെ 1-ാം തീയതി രാവിലെ ഉണ്ടായിരുന്ന പ്രസംഗത്തിൻ്റെ 3-ാമത്തെ സെന്റൻസ് എന്താണ്? ആശീർവാദം പറ. ഞായറാഴ്ച കേൾക്കുന്ന ആശീർവാദം പറ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി, അടുത്തത് പറ, നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇത് ആരാധനയുടെ ആദ്യം പറയാറുണ്ടോ? ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് നിങ്ങളുടെ സകല പ്രാർത്ഥനകളും കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ആശ്വാസവും കൊണ്ട് നിറയുമ്പോൾ ശുശ്രൂഷകൻ പറയുകയാണ്, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ സമാധാനത്തോടെ അയക്കുകയാണ്. അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിറവ്, ആരാധനയുടെ നിറവ്. ആ നിറവിന് വേണ്ടിയാണ്, ആ സമാധാനത്തിന് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് സമാധാനത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് ദൈവം ഓരോ ആരാധനയിലും നമ്മെ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, 2025 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജീവിത ഭാരങ്ങളുണ്ട്. ഇന്ന് വരെയും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. നാം ഇനി പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതവുമായ ഒരുപാട് സംഗതികൾ വരാനുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ പുരാതനമേ സിംഹാസനസ്ഥനായവൻ, മാറ്റമില്ലാത്തവൻ അവൻ മാത്രമാണ്. അവൻ്റെ കൃപകൾ ശാശ്വതമായതാണ്, അതിനും മാറ്റമില്ല. അവൻ നമുക്ക് തൻ്റെ തിരുമുഖം ഉയർത്തി സമാധാനം നൽകുന്നവനാണ്. അവൻ്റെ അടുക്കലത്രേ നാം നമ്മുടെ ചിന്തകളും ചിന്താഗതികളും ഭാരങ്ങളും ഭാരപ്പെടലുകളും മനസ്സിൻ്റെ വ്യാകുലകളും ഒക്കെ ആയിട്ട് കടന്നു വരുന്നത്. ഓരോ വട്ടവും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സമാധാനത്തോടും ആശ്വാസത്തോടും ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുവാനും ആ അനുഭവിക്കുന്ന സ്നേഹം പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, ഞാൻ എൻ്റെ വായിൽ നിന്ന് മറ്റൊരാളിനോടൊരു കുത്തുവാക്ക് പറയില്ല, ഞാൻ ആരെയും ശപിക്കില്ല, ഞാൻ നിമിത്തം മറ്റൊരാളും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോണമെന്ന് ചിന്തിക്കില്ല, എൻ്റെ വാക്കുകൾ മറ്റൊരാളെയും വേദനിപ്പിക്കരുത്, ആരും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അരുതാത്തത് പറയില്ല, എനിക്ക് ബോധ്യമില്ലാത്തതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. ഇപ്രകാരം ദാവീദിനെ എന്തൊക്കെ വേദനിപ്പിച്ചുവോ അപ്രകാരം ഒരു പ്രവൃത്തി എന്നിൽ നിന്ന് എൻ്റെ കൂട്ടുകാരന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ സഹോദരന്, എന്നോടൊപ്പം വിശ്വസിക്കുന്ന ഒരാളിന് എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്ന ഒരു തീരുമാനവും ഓരോ വട്ടവും ദൈവം തൻ്റെ കൃപയും തൻ്റെ ആശീർവാദവും തൻ്റെ മേൽ നൽകുന്നു. അവൻ എന്നെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു എന്ന വിശ്വാസവും നമ്മെ വഴി നടത്തട്ടെ. ഈ ഒരു വർഷക്കാലം മുഴുവൻ ദൈവം തൻ്റെ പരിശുദ്ധമായ തൻ്റെ കൃപകളാൽ, തൻ്റെ വാഗ്ദാനങ്ങളാൽ, മാറ്റമില്ലാത്ത തൻ്റെ കൃപകളാൽ നമ്മെ നിറയ്ക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. അതിനായി ഈ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും വചനത്താലും നമ്മെ സമൃദ്ധമായി ജീവൻ്റെ നിറവുകളാൽ നിറയ്ക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, പരിശുദ്ധനെ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പുതുവർഷത്തിൻ്റെ നന്മയിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് കൈപിടിച്ച് കാത്തു നടത്തിയല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു വന്ന മാനസിക സംഘർഷങ്ങൾ, ഞങ്ങൾ നേരിട്ടതായ ജീവിത സംഘർഷങ്ങളൊക്കെ അവിടെ നിറഞ്ഞല്ലോ. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ആശ്രയം അങ്ങിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ ജീവിതത്തിൽ നിന്നൊന്ന് ഒളിച്ചോടിയാലോ എന്ന്, ഒന്ന് ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പറ്റാത്തിടങ്ങളിൽ മനസ്സിൻ്റെ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ മറ്റുള്ളവരെ ശപിച്ചിട്ടുണ്ട്, ശാപവാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ട്. ദൈവമേ, ഞങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ കണ്ണുനീരിനും വ്യതയ്ക്കും ഞങ്ങൾ കാരണമായിട്ടുണ്ട്. ഈ രാത്രി അതെല്ലാം തെറ്റായിരുന്നു എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട്, നിന്റെ മനസ്സ് വേദനിക്കുന്നത് പോലെ തന്നെയാണ് നിന്റെ കൂട്ടുകാരൻ്റെ മനസ്സും വേദനിക്കുന്നത് എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട്, നിനക്ക് ശാശ്വതമായ പരിഹാരം, നിന്റെ ഭാരം ഇറക്കി വയ്ക്കുവാൻ ഏക അത്താണി ദൈവമേ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങളിതാ വരുന്നു, തുറന്ന മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് സംഗതികളുണ്ട് ദൈവമേ. ഞങ്ങളിതറിയുന്നു, ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്കൊരു ഭാരമല്ല, ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്കൊരു ഭാരമല്ല,
ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്കൊരു ഭാരമല്ല. ഞങ്ങളുടെ വിവാഹപ്രായമായ പെൺമക്കൾ ഞങ്ങൾക്കൊരു ഭാരമല്ല. എന്തെങ്കിലും ബലഹീനതകളുള്ള മക്കൾ ഞങ്ങൾക്കൊരു ഭാരമല്ല. ഞങ്ങളുടെ ബന്ധങ്ങൾ ഒന്നും ഞങ്ങൾക്കൊരു ഭാരമല്ല. ഞങ്ങളെ ജീവനിൽ നിന്ന് അകറ്റിക്കളയുന്ന ഏക ഭാരം അത് പാപഭാരം മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ വാക്കുകളാൽ, പ്രവൃത്തികളാൽ, ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ രാത്രി നാഥ, ഞങ്ങൾ അവിടുത്തെ ക്രൂശിൻ ചുവട്ടിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവന്റെ മുൻപിൽ, പുരാതനമേ സിംഹാസനസ്ഥനായിരിക്കുന്നവന്റെ മുൻപിൽ, ഞങ്ങളുടെ ഭാരങ്ങളെ എടുത്ത് നീക്കിത്തരാമെന്ന് പറഞ്ഞവന്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു, മനസ്സ് താഴ്ത്തുന്നു, വിനയപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ ഒക്കെ മാറ്റണമേ. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി ഞങ്ങളെ ശുദ്ധരാക്കണമേ. ഞങ്ങൾക്ക് നല്ല വാക്കും നല്ല പ്രവൃത്തിയും തരണമേ. ഞങ്ങൾ ചെയ്യാത്തത് ആരോടും പറയാതിരിപ്പാൻ, ആരെയും വേദനിക്കാതിരിപ്പാൻ, ഞങ്ങൾ ആരുടെയും കണ്ണുനീരിന് കാരണമാകാതിരിപ്പാൻ, വ്യാജവർത്തമാനങ്ങൾ പറയാതിരിപ്പാൻ ദൈവമായ കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മേൽ തരയണമേ. വചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ തരയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാം ഇട്ടിട്ടൊന്ന് ഓടിപ്പോയാലോ എന്നുള്ള ഭാരപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന വേളകളിലോ ഭാര്യയും മക്കളെയും അമ്മയെയും അപ്പനെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ദൈവമേ, മരണത്താലല്ലാതെ ഞാൻ ഇവരെ ഒന്നും വിട്ടുപോകാൻ ഇടയാകരുതേ, എല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഹിതത്താൽ എല്ലാറ്റെയും നേരിടുവാനായിട്ട് ആത്മധൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലേക്ക് കടന്നു വരുമ്പോൾ ഒരുമിച്ച് ആരാധിക്കുന്ന ഞങ്ങൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ, ഒരുമിച്ച് തിരുവത്താഴം അനുഭവിക്കുന്ന ഞങ്ങൾ പരസ്പരം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നവരാകരുതേ. എല്ലാവരെയും കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഈ വെളിച്ചം പ്രാപിച്ചവരായി, ഈ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞനുഭവിക്കുന്നവരായി ജീവിതത്തിലേക്ക് കടന്നു പോകാനും ഈ വചനത്തിൻ്റെ സാക്ഷികളായി തീരുവാനും ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങൾ 2025 എന്ന വർഷത്തിൻ്റെ ആദ്യ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഭാരങ്ങൾ എടുത്ത് മാറ്റിത്തരാമെന്നല്ല, അത് പുലർത്താനുള്ള ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ, അത് നേരിടുവാനുള്ള കരുത്ത് നൽകുന്ന ദൈവത്തോടൊപ്പം, ഇമ്മാനുവേലായ ക്രിസ്തുവിനോടൊപ്പം ജീവിതയാത്ര തുടരുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല രാത്രി ദൈവാത്മാവിനാൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു വചനധ്യാനം ക്രമീകരിച്ചു നൽകിയ ദൈവാത്മാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതിന് കാരണമായി തീർന്ന ഈ ദൈവാലയത്തിലെ ശുശ്രൂഷകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് അടിയനിവിടെ നിൽക്കുവാൻ കാരണമായി തീർന്ന റവറൻഡ് ജസ്റ്റിൻ ജോസ് അച്ഛൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹമാണല്ലോ ഇന്ന് ഈ അൾത്താരയിൽ, ഈ പ്രസംഗപീഠത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ സുവിശേഷിക്കേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനാരോഗ്യ നിമിത്തം തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ചികിത്സയിലായിരിക്കുന്ന ജേക്കബ് എന്ന പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അദ്ദേഹത്തിൻ്റെ ജീവനെക്കുറിച്ചുള്ള തീരുമാനം എന്തെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. എന്നാൽ അവിടുന്ന് ആശ്വാസദായകനാണെന്നും അവിടുന്ന് തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നവനാണെന്നും തൻ്റെ മക്കളെ തൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുഹിതത്തിനായി അച്ഛനെയും കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, തൻ്റെ ആശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും ആ കുടുംബത്തെ നിറയ്ക്കണമേ. അടിയനെന്ന് വളരെ അത്യാവശ്യമായി ഇവിടെ നിൽക്കുന്നപ്പോൾ, ദൈവം യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ ഇവിടെ നിന്നപ്പോൾ, ദൈവമേ, ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം കരുതിയതിനായിട്ട് നന്ദി പറയുന്നു. ദീർഘനാളത്തെ ഒരുക്കങ്ങളൊന്നും കൂടാതെ ദൈവമേ, അടിയൻ ഈ ദേവാലയത്തിൽ വന്ന് നിന്നപ്പോൾ അടിയനെ കാത്തതിനായി, കരുതിയതിനായി, ഈ 1.5 മണിക്കൂറോളം സംസാരിപ്പാൻ നൽകിയ ശക്തിക്കായി സ്തോത്രം പറയുന്നു. നാഥ, ഇത് കേട്ട ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രയോജനമുള്ളതായി തീരണമേ. അവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടതായ വചനങ്ങൾ അവരെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾക്കൊരു മാറ്റം വേണം. ഈ 2025 വർഷത്തിൽ ഞങ്ങളുടെ ഭാരം പോലെ തന്നെയാണ് മറ്റൊരാളിൻ്റെ ഭാരവും. ഞങ്ങൾ ആരെയും ഭാരപ്പെടുത്തുവാൻ പാടില്ല. ഞങ്ങൾക്കുള്ള ഭാരങ്ങളോ ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ കാൽക്കൽ സമാധാനം പ്രാപിച്ചവരായി മടങ്ങുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഈ കൺവെൻഷന് കാരണമായിരിക്കുന്ന കുടുംബങ്ങളെയും ആ കുടുംബത്തിലെ വ്യക്തികളെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. നാളെ നടക്കേണ്ടിയിരിക്കുന്ന കൺവെൻഷനെയും സമർപ്പിക്കുന്നു. നിയോഗിക്കപ്പെടുന്ന ദൈവദാസൻ കർത്താവേ, ആത്മാവിൻ്റെ ശക്തിയോടെ ഈ ദേശത്തോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം
അദ്ദേഹത്തെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അനുകൂലമാക്കി കൊടുക്കണമേ. അങ്ങയുടെ നാമം സർവ്വഭൂമിയിലും മഹത്വപ്പെടുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുവാനും അവിടെ നിടയാക്കണമേ. ഏറ്റവും പൊടിയോളം താഴ്ത്തി വിനയത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ഏക മധ്യസ്ഥനും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, നീ ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സാന്നിധ്യം, സംസർഗം നമ്മോടും നമ്മുടെ ശുശ്രൂഷ ജീവിതത്തോടും വചനവുമായി കർത്താവിൻ്റെ സന്നിധ പ്രിയപ്പെട്ട അച്ഛനോടും കുടുംബത്തോടും ഈ കൺവെൻഷൻ നേർച്ചയെ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ദൈവത്തിൻ്റെ മാറ്റമില്ലാ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു കാത്തു പരിപാലിക്കുമാറാകട്ടെ. നമുക്കിരിക്കാം. അനുഗ്രഹീതമാവുന്ന രണ്ടാമത്തെ